السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിലൂടെയും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിലൂടെയും നിരവധി സ്ഥലങ്ങളിലൂടെ അല്ലാഹു നമ്മളോട് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് നിങ്ങൾ നന്ദി ചെയ്യണം, ശുക്റുള്ളവരാകണം എന്നത്. ഏത് കാലഘട്ടത്തിലും നാം കേൾക്കാറുള്ളതാണ്, നന്ദിയുള്ളവരായി ജീവിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും എണ്ണിക്കണക്കാക്കാൻ സാധ്യമാകാത്തത്ര അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ലോകത്തുള്ള ഓരോ മനുഷ്യന്മാരും. അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകൾ എന്നോ അവനെ ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദിവസേന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധമായ വായു, നമുക്ക് വെളിച്ചം പകർന്നുകൊണ്ട് ദിനേന കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, പൂനിലാവ് പൊഴിച്ചുകൊണ്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ, മാനത്ത് വിതറിയിട്ടതുപോലെ നമുക്ക് ദർശിക്കാനാകുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ, മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുളിർ തെന്നലുകൾ, കാറ്റുകൾ, അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, അവൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിലെ വിവിധ സൗകര്യങ്ങൾ, ഇതൊന്നും ഇവിടുത്തെ മുഅ്മിനെന്നോ കാഫിറെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഒരുപോലെ അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ടിരിക്കുന്ന നിഅമത്തുകളാണ്. വിശുദ്ധ ഖുർആൻ അവയെല്ലാം പല സ്ഥലങ്ങളിലായി വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു ഒരിടത്ത്, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. വഅൻസല മിനസ് സമാഇ മാഅ, ഉപരിഭാഗത്ത് നിന്നവൻ വെള്ളം ഇറക്കി തന്നു. ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആ വെള്ളം നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വസഖറ ലക്കുമുൽ ഫുൽക ലിതജ്രിയ ഫിൽ ബഹരി ബിഅംരിഹി, കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിനെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ഇന്ന് മനുഷ്യൻ കരയിലും കടലിലും ആകാശത്തിലൂടെയും ഓരോ കാലഘട്ടത്തിന്റെയും പുരോഗതിയുടെയും വളർച്ചയുടെയും അടിസ്ഥാനത്തിൽ
മാറി മാറി വരുന്ന വാഹനങ്ങളിലൂടെ അതിശീഘ്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അല്ലാഹു പറയുന്നു, വസഖറ ലക്കുമുൽ അൻഹാർ, നദികളെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, പുഴകൾ, അരുവികൾ, തോടുകൾ. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ, സൂര്യൻ, ചന്ദ്രൻ. വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ, രാവ്, പകല്. ഇതൊക്കെ നിഅമത്തുകളായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ് അവസാനം, വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണാൻ തയ്യാറായാൽ, ലാ തുഹ്സൂഹാ, നിങ്ങൾക്കതിനെ ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞൊരു വിഷയമുണ്ട്, ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ, ലളൂമുൻ, കടുത്ത അക്രമിയാണ്, കഫാർ, തീരെ നന്ദി കാണിക്കാത്ത, നന്ദി കെട്ട വലിയ അക്രമം കാണിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് അല്ലാഹു ഈ വിഷയമൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അവസാന ഭാഗത്ത് പറയാണ്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് കാണാം, അല്ലാഹു പറയുന്നു, വഅസ്ബഗ അലൈക്കും നിഅമഹു ലാഹിറതൻ വബാത്തിന, അല്ലാഹു അവന്റെ നിഅമത്തുകളെ നിങ്ങൾക്ക് വാരി കോരി തന്നിരിക്കുകയാണ്. ലാഹിറതൻ വബാത്തിന, നിങ്ങൾക്ക് പ്രത്യക്ഷമായി കാണാവുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതുമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിരിക്കുകയാണ്. അല്ലാഹു ഈ പറഞ്ഞതിന്റെ ചുരുക്കം നമ്മളൊക്കെ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് സ്ഥലത്ത് കാണാം, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കണം. വഷ്കുറൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് ശുക്ർ കാണിക്കണം. അതുപോലെ വേറെ ചില സ്ഥലത്ത് കാണാം, വഷ്കുറൂ നിഅമത്തല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിന് നിങ്ങൾ നന്ദി കാണിക്കണേ എന്നൊക്കെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞ അല്ലാഹു തആല ഉടനെ തന്നെ പലയിടത്തും പറയുന്നുണ്ട്, വലാകിന്ന അക്സറന്നാസ്, ജനങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകളും ലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നവരല്ല. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എന്റെ അടിമകളിൽ നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ തുച്ഛമാണ്. അതുപോലെ തന്നെ ഖലീലം മാ തഷ്കുറൂൻ, വളരെ കുറച്ചേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. ഇതൊക്കെ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി പറഞ്ഞത് ഒരുമിച്ച് എടുത്തു പറഞ്ഞതാണ്. നിങ്ങൾ കേൾക്കാത്ത, ഈ കേൾപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഒട്ടേറെ വചനങ്ങൾ ഇനിയും ഇത് സംബന്ധമായി വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഖുർആനിലെ ആയത്തുകൾക്ക് ഒരു കുറവുമില്ല, ഹദീസിലുണ്ട്. പക്ഷേ വിഷയം അതല്ല, നമ്മൾ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? എന്താണ് അല്ലാഹുവിനോട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ? അല്ലാഹുവേ നിനക്ക് നന്ദി, താങ്ക് യു, അല്ലാഹുവേ നിനക്ക് 1000 നന്ദി എന്ന് പറയലാണോ? എന്താണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നാം നമ്മെ പടച്ച നാഥനോട് ശുക്റുള്ളവരാകേണ്ടത്? ഒരാളിൽ ശുക്റുണ്ടാവുക എന്ന് ഭാഷയിൽ പറഞ്ഞാൽ, ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, ശകറത്തിദ്ദാബത്തു, ഒരു മൃഗം ശുക്ർ ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഒരു മൃഗത്തിന് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കാലി തീറ്റ തിന്നിട്ട് ഒരു മൃഗത്തിന് വയറ് നിറഞ്ഞ് ആ മൃഗത്തിന്റെ ശരീരത്തിൽ കഴിച്ച ഭക്ഷണത്തിന്റെ കൊഴുപ്പ് പ്രകടമായി കാണുമ്പോഴാണ് ഭാഷയിൽ അതിന് ശകറത്തിദ്ദാബത്തു എന്ന് പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ അനുഭവിച്ച സുഖത്തിന്റെ, താൻ അനുഭവിച്ച ആനുകൂല്യത്തിന്റെ പുറമേക്കതിന്റെ ഒരു പ്രകടനം കാണണം. അതിൽ നിന്നുണ്ടായ പ്രയോഗമാണ് ശുക്ർ. അവ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അനുഭവിച്ച നിഅമത്തുകൾക്ക് പുറമേക്ക് എന്തെങ്കിലും ഫലം കാണണം. അതുള്ളവനെ, പുറമേക്ക് എന്തെങ്കിലും ഒരു ഫലം കണ്ടവൻ്റെത് മാത്രമേ അവൻ ശരിയായ രൂപത്തിൽ അത് അനുഭവിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ.
ചിലതിന് ഒരു ഭക്ഷണം കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു മാറ്റം ഇല്ലെങ്കിലോ. എത്ര നിഅമത്ത് ആസ്വദിച്ചിട്ടും ഒരു നന്ദിയില്ലാത്തവൻ അതുപോലെയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പടച്ച തമ്പുരാനോട് നന്ദി കാണിക്കേണ്ടത്? നമ്മളാകെ നന്ദി എന്ന് പറഞ്ഞാൽ, നിഅമത്ത് എന്ന് പറഞ്ഞാൽ ആകെ കൂടി നമ്മളെ മനസ്സിലുള്ളത്, ഒരാളെ കുറിച്ച് നമ്മൾ പറയും അയാൾ വലിയ നിഅമത്തിലാണ്. എപ്പോ അയാൾക്ക് നല്ല ശമ്പളമുണ്ട്, നല്ല പണക്കാരനാണ്, നല്ല സൗകര്യങ്ങളുണ്ട്, ഭൂമിയിൽ അയാൾക്ക് എന്താ നല്ല വീട് കാണാൻ, അയാളുടെ വാഹനത്തിന്റെ, അതുപോലെ തന്നെ അയാളുടെ വസ്ത്രത്തിന്റെ, അതുപോലെ അയാളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളൊക്കെ നോക്കിയിട്ടാണ് ഒരാൾ നിഅമത്ത് കിട്ടിയെന്ന് നമ്മൾ പറയാറുള്ളത്. പക്ഷേ അല്ലാഹു തആല ഇവിടെ നിങ്ങൾ കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള ഓരോ നിഅമത്തുകളും, ഞാൻ നിങ്ങളെ ആദ്യമായി കേൾപ്പിച്ച ആയത്തിൽ പറഞ്ഞ നിഅമത്തിൽ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടേയില്ല. പടച്ചതമ്പുരാൻ അതിനേക്കാളൊക്കെ വലിയ നിഅമത്തായിട്ട് കണ്ടത് നമ്മളിവിടെ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൗകര്യങ്ങളാണ്. ആ സൗകര്യങ്ങൾ തന്നെ, ആ സൗകര്യങ്ങളെ തന്നെ എണ്ണി പറഞ്ഞിട്ടാ അല്ലാഹു അവസാനിപ്പിച്ചത്. വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിനെ എണ്ണാൻ തയ്യാറാവുകയാണെങ്കിൽ ഫലാ തുഹ്സുഹാ, നിങ്ങൾക്കത് കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ കണക്ക് കൂട്ടിയ നിഅമത്തൊന്നും പടച്ചോൻ എണ്ണിയിട്ടില്ല. അല്ലാഹു തആല ധാരാളം വചനങ്ങളിൽ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ ഒക്കെ വളരെ കാര്യമായിട്ട് എടുത്ത് നിഅമത്തായിട്ട് എണ്ണി പറയുന്നതൊന്നും നമ്മൾ വലിയ നിഅമത്തായിട്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ്. ഒരു ഉദാഹരണം റസൂലുള്ളാഹി പറയാണ്, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഉ. രണ്ട് അനുഗ്രഹങ്ങൾ, ആ രണ്ട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അത് ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ അധിക ജനങ്ങളും പരാജയപ്പെട്ട ആളുകളാണ്. അല്ലാഹു നൽകിയിട്ടുള്ള വലിയ രണ്ട് നിഅമത്തുകളുണ്ട്. ആ രണ്ട് നിഅമത്തുകളെയും ശരിയായ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തി നല്ല നിലക്ക് ആ നിഅമത്തുകളെ ഉപയോഗിക്കുന്ന ആളുകൾ സമുദായത്തിൽ വളരെ കുറവാണ്. ഏതാണ് ആ നിഅമത്തുകൾ? അസ്സിഹ്ഹതു, ഒന്ന് ആരോഗ്യം, രണ്ടാമത്തത് വൽ ഫറാഹു, ഒഴിവ് സമയം. ആദ്യത്തത് കുറച്ചൊക്കെ നിഅമത്താണ് നമുക്ക് തോന്നാറുണ്ട് രോഗം പിടിക്കുമ്പോ. രണ്ടാമത്തതൊരു നിഅമത്തായിട്ട് നമ്മൾ കാണാറേയില്ല. ഒഴിവ് സമയം, അതൊക്കെ ഒരു നിഅമത്താ. തിരക്കുള്ളവനറിയാം ഒഴിവ് സമയത്തിന്റെ പ്രാധാന്യം. എന്തോ ആകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിക്കടി നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു, ശുക്ർ ചെയ്തോ, നന്ദി കാണിച്ചോ, നന്ദി കെട്ട അടിമയായി ജീവിക്കണ്ട. നന്ദി കാണിച്ചാലേ നിങ്ങൾക്ക് അല്ലാഹു തആല ഇനിയും ഇനിയും വർദ്ധിപ്പിച്ചു തരികയുള്ളൂ എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാണ് ഈ നന്ദി കാണിക്കേണ്ടത് എന്ന് മുസ്ലിമീങ്ങളൊന്ന് പഠിച്ചു വെക്കണം. നന്ദി കാണിക്കേണ്ടതിന്റെ പണ്ഡിതന്മാര് പറയുന്നത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, നന്ദി ചെയ്യേണ്ടതിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട സ്റ്റേജ് തനിക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഓർമ്മയാണ്. എനിക്ക് നിഅമത്ത് കിട്ടിയിട്ടുണ്ട് എന്ന ചിന്താഗതിയാണ് നന്ദി കാണിക്കുന്നതിന്റെ പ്രഥമപടി. കാരണം ഒരുത്തന് ശുക്ർ ചെയ്യാൻ തോന്നണം എന്നുണ്ടെങ്കിൽ അവൻ ആദ്യം തനിക്ക് നിഅമത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് സമ്മതിക്കണ്ടേ? അപ്പൊ തനിക്ക് നിഅമത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് ഓരോരുത്തർക്കും അറിയണം. എനിക്ക് കണക്കല്ലാത്ത നിഅമത്ത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എല്ലാ ഓരോരുത്തരും ആദ്യം ബോധ്യം വരണം. അപ്പോഴേ അവന് ശുക്ർ ചെയ്യാൻ തോന്നുകയുള്ളൂ. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഒരു നിഅമത്തും ഇല്ല, ഞാനാകെ പ്രയാസത്തിലാണ്, ഞാനാകെ ബുദ്ധിമുട്ടിലാണ് എന്ന് തോന്നുന്ന ഒരു മനുഷ്യന് പിന്നെ എന്താ നന്ദി ചെയ്യാൻ തോന്നൽ? അപ്പൊ അതുകൊണ്ട് ആദ്യപടി നമ്മളിലൊക്കെ ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്നറിയോ? എനിക്കൊരുപാട് നിഅമത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കണം. അതിനെന്താ വഴി? അതിനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു. നിനക്ക് നിഅമത്ത് കിട്ടിയോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ നിന്നേക്കാൾ മുകളിലുള്ളവരെ നോക്കണ്ട. നമ്മൾ വേഗം അങ്ങട്ടാ നോക്കുക. എന്താ അവന്റെ വീട്, എന്താ അവന്റെ ഒരു സൗകര്യം, എത്രയാ അവന്റെ ഒരു ശമ്പളം, എന്നാ താഴത്തേക്ക് നോക്കുവോ? നോക്കൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉൻളുറൂ ഇലാ മൻ ഹുവ ഫൗഖകും വലാ തൻളുറൂ ഇലാ മൻ അസ്ഫല മിൻകും. നിങ്ങൾ നിങ്ങളിലേക്കാ, നിങ്ങളിലേക്ക്, പിന്നെ ഉൻളുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിക്കോ. വലാ തൻളുറൂ ഇലാ മൻ ഫൗഖകും, നിങ്ങൾക്ക് മീതെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണ്ട.
ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു തന്നിട്ടുള്ള നിഅമത്തിന്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ നല്ലത് നിങ്ങളെക്കാൾ താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കുകയും നിങ്ങളെക്കാൾ മേലേക്കിടയിലുള്ളവരിലേക്ക് നോക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. റസൂലുള്ളാഹിയുടെ ഹദീസ് വിശദീകരിക്കൊന്നും വേണ്ട, എല്ലാവർക്കും വളരെ ബോധ്യവും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിക്കോ. നിങ്ങളെക്കാൾ സൗകര്യം കുറഞ്ഞവര്, അപ്പൊ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, ആ ആരോഗ്യത്തിന്റെ വില മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കൈകാലികൾക്ക് വല്ല തളർച്ചയും അംഗവൈകല്യവും സംഭവിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെ ഒന്ന് നോക്കുക. അത് തന്നേക്കാൾ താഴെയുള്ളവനാണ്. പടച്ചോനെ, എനിക്കതില്ലല്ലോ, ഞാൻ എത്ര അനുഗ്രഹീതനാണ്. ആ മനുഷ്യനൊന്ന് ആ കയറ്റൊന്ന് കയറാൻ, അല്ലെങ്കിൽ ആ വാഹനത്തിലൊന്ന് കയറാൻ, അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നൊന്ന് ഇറങ്ങാൻ എത്ര ആളുടെ സഹായം വേണ്ടി വരുന്നു. ഞാൻ തുള്ളിച്ചാടി ഇറങ്ങുന്നു, അല്ലെങ്കിൽ കയറുന്നു. എനിക്ക് എന്റെ അനുഗ്രഹം ബോധ്യമാവാൻ എന്നേക്കാൾ ആരോഗ്യ നിലവാരത്തിൽ താഴെയുള്ളവരെ നോക്കിയാൽ മതി. എനിക്ക് അല്ലാഹു ചെയ്തിട്ടുള്ള ജീവിതത്തിന്റെ സൗകര്യങ്ങളുടെ അനുഗ്രഹം അറിയാൻ തന്നേക്കാൾ കഴിവ് പറഞ്ഞ ആളുകൾ, ഞാനിങ്ങനെ കാണും, എത്ര കാലമായി ഞാൻ ഗൾഫിൽ വന്നിട്ട് പടച്ചോനെ ഒരു പൊരെടുത്തിട്ടില്ല. അല്ലെങ്കിൽ അയൽവക്കത്തുള്ളവന്റെ വീട്, എന്താ അവന്റെ വീട്, അവനൊക്കെ ഗൾഫിൽ പോയിട്ട് 2 കൊല്ലായിട്ടേ ഉള്ളൂ, ഞാൻ വന്നിട്ട് 10 കൊല്ലായി, എന്താ അവന്റെ ഒരു വീട്. 10 കൊല്ലായിട്ട് വന്ന എന്റെ വീട് ഇപ്പോഴും ചെറുത്. എടോ, താഴേക്ക് നോക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാണുന്നില്ലേ, റോഡ് വക്കുകളിലൂടെ ആലിൻ ചുവട്ടിലും മാവിൻ ചുവട്ടിലും ഒക്കെ തൊട്ടില് കെട്ടിയിട്ട് കുട്ടികളെ താരാട്ടിക്കൊണ്ട് നടക്കുന്ന നാടോടികൾ. അവർക്ക് നാടില്ല, വീടില്ല, കുടുംബങ്ങളില്ല, സൗകര്യങ്ങളില്ല. അന്തിയുറങ്ങുന്നു കടത്തിണ്ണകളിൽ, ചോർന്നൊലിക്കുന്ന സ്ഥലങ്ങളിൽ. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കാണുമ്പോ അല്ലാഹ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തിന്റെ വലുപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാഹു തആല ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഏത് നിഅമത്തിന്റെയും വലുപ്പം നമുക്കറിയണമെങ്കിൽ നമ്മളെക്കാൾ ഇവിടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കണം. നമ്മളിവിടെ അല്ലാഹുവിന്റെ സൗകര്യങ്ങൾ എത്രയാണ് അനുഭവിക്കുന്നത് എന്നറിയാൻ എത്രത്തോളമെന്നോ നമ്മളിങ്ങനെ റൂമിലിരുന്നു കൊണ്ട് ഈ ചൂടുള്ള സമയത്ത് എയർ കണ്ടീഷൻ ഓൺ ചെയ്തിട്ട് അവിടെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങുകയും അതുപോലെ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് സൗകര്യത്തോടുകൂടി പടച്ചവൻ വിരോധിച്ചിട്ടുള്ള പല വിനോദങ്ങളും കണ്ടു രസിക്കുകയും ചെയ്യുമ്പോ നമ്മുടെ മനസ്സിലൊന്ന് തോന്നണം, ഞാൻ അല്ലാഹുവിന്റെ നിഅമത്തല്ലേ ഈ ദുരുപയോഗം ചെയ്യുന്നത്. ഈ നിഅമത്ത് അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ എന്നെപ്പോലെ മജ്ജയും മാംസവും വികാരങ്ങളുമുള്ള എത്രയോ സഹോദരന്മാര് ഈ പൊരിവയിലത്ത് വറചട്ടിയിൽ എരുതിയിൽ കിടന്ന് പുറത്ത് കത്തുന്ന തീയിൽ അവര് കത്തുന്ന ചൂടത്ത് അവര് തൊഴിലെടുക്കുന്നത് ഞാൻ കാണുന്നില്ലേ. ബിൽഡിങ്ങുകൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ഈ പൊരിവയിലത്ത് ഇങ്ങനെ ദാഹിച്ചവശരായിക്കൊണ്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കാണുമ്പോ വീടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വാഹനത്തിലൂടെ അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ അല്ലെങ്കിൽ തൊഴിൽശാലകളിൽ AC ഇട്ടുകൊണ്ട് പണിയെടുക്കുന്ന മനുഷ്യൻ അവൻ ഓർമ്മ വരുമെന്ത്, ഞാൻ വലിയ നിഅമത്തിലാണ് അവന് തോന്നും. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സൗകര്യങ്ങളുടെയും സമയത്ത് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ഓർത്തു നോക്കിയോ, പത്രങ്ങളിൽ കാണുന്നു ഓരോ കാലഘട്ടത്തിൽ വരുമ്പോ പട്ടിണിക്കോലങ്ങളായ കുറെ കുട്ടികളുടെ കോലങ്ങൾ നമ്മൾ പത്രത്തിൽ വായിക്കുന്നു. വിശപ്പ് സഹിക്കാനാവാതെ വെറും റൊട്ടിയും പച്ചവെള്ളവും പോലും കിട്ടാതെ കണ്ട് വിശന്ന് പൊരിഞ്ഞിട്ട് മരിച്ചു പോകുന്ന ആളുകളുടെ കഥകൾ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോ പടച്ച തമ്പുരാനെ, യാതൊരു പ്രയാസവും കൂടാതെ ഞാനിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി എല്ലാം പോലും മറന്നുവിടും. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് മനസ്സില്ല. കാരണം എന്നത് വലിയൊരു നിഅമത്ത് അനുഭവിച്ചു എന്ന് തോന്നുന്നില്ല. നേരെ മറിച്ച് ആ വിശപ്പ് അനുഭവിച്ചോ, വിശപ്പിന്റെ കടുപ്പം മനസ്സിലായോ? ഇല്ല. ഇങ്ങനെ ഓരോ നിഅമത്തും നമുക്ക് നിഅമത്തായിട്ട് തോന്നണമെങ്കിൽ, അല്ലാഹു എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നണമെങ്കിൽ, ആ അനുഗ്രഹം കിട്ടിയിട്ടില്ലാത്ത എന്നേക്കാൾ കഷ്ടപ്പെടുന്നവരെ നോക്കിയിട്ട് ഞാൻ നോക്കുമ്പോ അതെന്റെ മനസ്സിനൊരു സമാധാനവുമാണ്. അതോടൊപ്പം ഞാൻ എത്രയെത്ര നിഅമത്തുകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മഹാഭാഗ്യവാനാണെന്ന് എനിക്ക് തോന്നും. ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും ഇല്ലായും വല്ലായും എന്തെന്നായാലും എന്ത് ആകെ കാര്യമൊക്കെ പോക്ക, ആകെ പ്രയാസാണ്. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. എത്ര കിട്ടിയാലും അവന് തികയൂല. മനുഷ്യന് ഏത് കാലത്ത് അത് മതിയായി എന്ന് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഒരു മനുഷ്യൻ, ഒരു കിഴവൻ, അവനിങ്ങനെ കിഴവനായി നരച്ച് നരച്ച് ജരാനര ബാധിച്ച് എന്തെന്നെ സംഭവിച്ചാലും അവന്റെ ഹൃദയത്തിൽ
ഒരു കാര്യം എപ്പോഴും യൗവനം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് പണത്തോടുള്ള ആർത്തി. പണത്തോടുള്ള ആർത്തിക്ക് എന്നും വയസ്സ് 17 എത്ര കളവനായിരുന്നാലും. രണ്ടാമത്തൊന്നും കൂടി പറയുന്നുവെന്ന്, എന്നും പെട്ടെന്നൊന്നും മരിക്കരുത്, കുറെ കാലം ഇവിടെ കഴിയണം എന്നുള്ള കൂടി. ആയുസ്സിനെ കുറിച്ചുള്ള മോഹം 60, 70, 80, 90, 100 കഴിഞ്ഞാലും മനസ്സിൽ അതിനൊന്നും പ്രായം 16. പണത്തോടുള്ള ആർത്തി അത് തീരാറില്ല. ലൗ കാന ലിബ്നി ആദം വാദിയാനി മിൻ ദഹബിൻ ലതമന്നാ അൻ യകൂന ലഹു സാലിസുൻ വലാ യംലഉ ജൗഫ ബിൻ ആദം ഇല്ല തുറാബ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങൾ അവിടുന്ന് പറയാണ്, ഒരു മനുഷ്യന് സ്വർണത്തിന്റെ പൊന്നിന്റെ 2 മല ഉണ്ടായാലും, സ്വർണത്തിന്റെ 2 മലഞ്ചെരുവുകൾ ഒരു പ്രദേശമൊട്ടാകെ സ്വർണമാണ്, അങ്ങനത്തെ 2 സ്വർണമലകൾ ഒരാൾക്കുണ്ടായിരുന്നാലും ലതമന്നാ, അവൻ കൊതിച്ചു പോവുക തന്നെ ചെയ്യും, മൻ യകൂന ലഹു സാലിസുൻ, മൂന്നാമത്തൊന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യംലഉ ജൗഫ ബിൻ ആദം ഇല്ല തുറാബ്. ഈ മനുഷ്യന്റെ ഈ ദുരയും കൊതിക്കും ഒരറ്റവുമില്ല. മനുഷ്യന്റെ കൊതി തീരണമെങ്കിൽ, മനുഷ്യന്റെ പൂതിയും മോഹവും അവസാനിക്കുന്നത് അവന്റെ ഖബറിൽ അവന്റെ തലയങ്ങ് കുത്തുന്നത് വരെ. ആ സമയത്തോളം അവന്റെ കൊതി തീരുന്നതല്ല. മനുഷ്യന്റെ കൊതി തീർക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ വായയിൽ മണ്ണ് വീഴണം എന്ന് പറഞ്ഞാൽ ഖബറിൽ വെക്കോളം തന്നെയാണ് താല്പര്യം. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും ഇപ്പൊ എനിക്ക് മതിയായി, അൽഹംദുലില്ലാഹ്, ഞാൻ ഇപ്പൊ വലിയ നിഅമത്തിലാ എന്ന് ആരാ പറയാറുള്ളത്? മനുഷ്യന്റെ ഒരു സ്വഭാവമാണത്. കിട്ടിയതിന് അള്ളാഹിനോട് നന്ദി കാണിക്കോ? അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സൂറത്തിന്റെ ഒരു കൊച്ചു സൂറത്ത്, എല്ലാ ആളുകൾക്കും അത് മനപ്പാടുണ്ടാവും. സൂറത്തുൽ ആദിയാത്ത് എന്ന അതിന്റെ പേര്. വൽ ആദിയാതി ദബ്ഹാ ഫൽ മൂരിയാതി ഖദ്ഹാ فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد. ഈ പറഞ്ഞ വിഷയത്തിൽ പറയുന്നത് എന്താ അല്ലാഹു പറയുന്നത് അറിയോ? വൽ ആദിയാതി ദബ്ഹാ, കിതച്ചുകൊണ്ട് ഓടുന്ന കുതിരകളെ തന്നെയാണ് സത്യം. ഓടുന്ന കുതിരയുടെ കിതപ്പ് പറയുന്നത്, കിതച്ചിട്ട് യജമാനന് വേണ്ടി ഓടുന്ന കുതിര, അതിശീഘ്രം കുതിച്ചു വായുന്ന കുതിരകളെ തന്നെ സത്യം. ആ കുതിരയുടെ ഓട്ടത്തിന്റെ ശക്തി കൊണ്ട് അവയുടെ കുളമ്പുകൾ കല്ലുകളിൽ ഉരസുമ്പോൾ തീപ്പൊരി പറപ്പിക്കുന്നു. ഓട്ടത്തിന്റെ ഗൗരവം പറയുന്നത് തീപ്പൊരി പറത്തുന്നവ അത്തരത്തിലുള്ള ഒട്ടകങ്ങൾ, കുതിരകൾ തന്നെ സത്യം. ഫൽമുഗീറാത്തി സുബ്ഹാ, അതും കുതിരകളെ കുറിച്ചാ പറയുന്നത്. ആ കുതിരകൾ ഫൽമുഗീറാത്തി, എന്നിട്ടവ അറ്റാക്ക് ചെയ്യുന്നു, ആക്രമണം നടത്തുന്നു. സുബ്ഹൻ, പ്രഭാത സമയത്ത് പോയിട്ട് ശത്രുവിന്റെ മുന്നിലേക്ക് എടുത്തു ചാടിയിട്ട് കടന്ന് ആക്രമണം നടത്തുന്ന കുതിരകളെ തന്നെ സത്യം. പിന്നെ പറഞ്ഞതോ ഫഅസർന ബിഹി നഖ്ആ, പടക്കളത്തിൽ യജമാനന് വേണ്ടി പോരാടുന്ന ഗൗരവം സൂചിപ്പിക്കുന്നു. അത് ശക്തമായി തന്റെ യജമാനന് വേണ്ടി പണിയെടുക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ ഓടിയിട്ട് കതച്ചു ചാടി പടക്കളത്തിലേക്ക് ചെന്നപ്പോ പൊടിയങ്ങ് പറന്നുപോയി. അതാണ് ശത്രുക്കളുടെ മുമ്പിലേക്ക്, മധ്യത്തിലേക്ക് തന്നെ അവൻ എടുത്തു ചാടിപ്പോയി. 5 വിശേഷണങ്ങൾ പറഞ്ഞു ഇവിടെ കുതിരക്ക്. ഒന്ന്, കുതിര അതിശീഘ്രം ഓടുകയാണ്. ഒന്നാമത്തെ ആയത്ത് കതച്ചോടുകയാണ്. എന്നിട്ട് ആ ഓട്ടത്തിന്റെ ഗൗരവം കൊണ്ട് അതിന്റെ കാലൊക്കെ എവിടേക്കോ തട്ടുന്നുണ്ട്, ശ്രദ്ധിക്കുന്നില്ല. തീപ്പൊരി പറക്കുന്നുണ്ട് അതിന്റെ കാല് തട്ടി. യജമാനു വേണ്ടിയുള്ള ഓട്ടം. എന്നിട്ട് യജമാനു വേണ്ടി, യജമാനൻ പറഞ്ഞ നേരത്തെ രാവിലെ തന്നെ സുബഹിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തി. ശത്രുവിനെ കടന്നാക്രമണം നടത്തുന്നു, ഗൗരവത്തോടുകൂടി എടുത്തു ചാടുന്നു. ശത്രുവിന്റെ മുമ്പിലേക്ക് തന്നെ, മധ്യത്തിലേക്ക് തന്നെ എടുത്തു ചാടാൻ തയ്യാറായ ഒരു കുതിര. ഈ കുതിരകളെ തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് ഇതിനാ അങ്ങനെ സത്യം ചെയ്ത് പറയണത്? ആയിക്കോട്ടെ, എന്താ? കുതിര അങ്ങനെ ഓടി, പൊടിവാറി, തീപ്പൊരി പറപ്പിച്ചു, ശത്രുവിന്റെ മധ്യത്തിലേക്ക് എടുത്തു ചാടി. ഇതൊക്കെ ഒരു സത്യം ചെയ്യാൻ മാത്രമുള്ള കാര്യ? അല്ലാഹു ഒരു കാര്യം സത്യം ചെയ്ത് പറയുമ്പോ ശേഷം പറയുന്ന വിഷയം മനുഷ്യൻ മനസ്സിലാക്കാനാണല്ലോ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞിട്ട്
മനുഷ്യനോട് പറയുന്നു, നോക്കിക്കോ, ഈ കുതിരയെ നോക്കിക്കോ. ആ കുതിരയുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചിട്ട് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ, നമ്മളെ അൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ ലിറബ്ബിഹി, തന്റെ യജമാനനോട് ലകനൂദ്, വളരെയേറെ നന്ദി കെട്ടവൻ തന്നെയാണ്. കനൂദ് എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവൻ. വെറും നന്ദി കെട്ടവനുള്ള നന്ദി കെട്ടവൻ തന്നെയാണ് മനുഷ്യൻ. അവന്റെ യജമാനനോട് തീരെ നന്ദിയില്ല. എന്താ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ കുതിരന്റെ കാര്യവും മനുഷ്യന്റെ കാര്യവും കൂടി പടച്ചവൻ ഇങ്ങനെ കൂട്ടിക്കെട്ടി പറഞ്ഞ എന്തിനാ? മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ് എന്ന് പറയാൻ മനുഷ്യനോടല്ല വരണി. എടോ, ആ കുതിരനെ ഒന്ന് കണ്ടുപിടിച്ചൂടെ? നീ നിന്റെ ആലയിൽ പുല്ലും വൈക്കോലും കൊടുത്ത് വളർത്തുന്ന കുതിരല്ലേ? ആ കുതിരന്റെ നന്ദിയെങ്കിലും നിനക്കുണ്ടോ? നമ്മളെ ഭാഷ പറഞ്ഞാല് നമ്മൾ പറയും, ഒരു പട്ടിക്ക് എന്തെങ്കിലും ചോറ് കൊടുത്താവുന്നവരെ ബാലാട്ടുകയും ചെയ്യും. ഒരു പൂച്ചക്ക് ദിനേനങ്ങനെ ഭക്ഷണം കൊടുത്തു നോക്കിയേ, ഭക്ഷണം കൊടുക്കണം, നമ്മളെ പിന്നെ പൂച്ച ഒഴിവാക്കൂല. നമ്മളങ്ങനെ കുച്ചിപ്പറ്റി ഇങ്ങനെ അതിന്റെ വാലുകൊണ്ട് ഇങ്ങനെ നമ്മളങ്ങനെ തടവിച്ച് ഇങ്ങനെ നമ്മളൊപ്പം തന്നെയാണ്. ഏതൊരു ജന്തുവിന് ഭക്ഷണം കൊടുത്താലും അത് നമ്മളെ കണ്ടാലും ഒന്ന് വാലാറ്റും. അപ്പോ അല്ലാഹു തആല പറയുന്നു, മനുഷ്യ നോക്കടോ, ഈ കുതിരനെ കണ്ടിട്ടില്ലേ? ആ കുതിരയുടെ പ്രവർത്തനങ്ങളാ 5 ആയത്തിൽ പറഞ്ഞത്. യജമാനം വിളിച്ചാൽ അപ്പ പോകും. എന്തേ? കുതിരക്കറിയാ തനിക്ക് എന്റെ യജമാനനാ ഭക്ഷണം തരുന്നത്. എനിക്ക് വിശക്കുമ്പോ എനിക്ക് പുല്ല് തരുന്നത് എന്റെ യജമാനനാണ്. അതുപോലെ തന്നെ എന്നെ കുളിപ്പിച്ചൊരുക്കുന്നത് എന്റെ യജമാനനാണ്. എനിക്ക് താമസിക്കാൻ വേണ്ട സൗകര്യം ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ എനിക്ക് മുക്തമാകുന്ന നിലക്ക് എനിക്കൊരു കൂട് കെട്ടി ഒരു ആലയം ഉണ്ടാക്കി തന്നത് എന്റെ യജമാനനാണ്. എന്തിനാ എനിക്ക് എന്റെ യജമാനൻ ഇതൊക്കെ തന്നത്? അതൊക്കെ എന്റെ യജമാനൻ എനിക്ക് തരുന്നത് എന്റെ യജമാനൻ പറയുന്നത് പോലെ ഞാൻ കേൾക്കാനാണെന്ന് ആ കുതിരക്കറിയാം. അതുകൊണ്ട് കുതിരനോട് യജമാനൻ പറയണം, പോവാന്ന് പറഞ്ഞാൽ കുതിര വേഗം പോകും. ഓടുകയെന്ന് പറഞ്ഞാൽ ഓടും. ഏത് ശത്രുവിന്റെ മുമ്പിലേക്ക് പോകണം പറഞ്ഞാലും പോകും. ഏത് നേരത്ത് പോകണം പറഞ്ഞാലും പോകും. പറഞ്ഞു, സുബഹിയുടെ നേരത്ത് കയറി കടന്നാക്രമണം നടത്തുന്ന കുതിരകൾ, യജമാനന് വേണ്ടി തനിക്ക് വേണ്ടി ഭക്ഷണം തരുന്ന, തനിക്ക് വീടൊരുക്കി തന്ന, തനിക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്ന തന്റെ യജമാനായ മനുഷ്യന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ആര് തയ്യാറാണ്? കുതിര തയ്യാറാണ്. ഏത് നേരത്തും, രാത്രിയിലും പകലിലും ഏത് കാലാവസ്ഥയിലും തന്നെ തീറ്റിപ്പോറ്റുന്ന യജമാനന്റെ പ്രീതി കരസ്ഥമാക്കി തന്റെ യജമാനന്റെ ഇഷ്ടത്തിനൊത്തുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള മൃഗങ്ങൾ, കുതിരകൾ. ആ ഒരു നന്ദി പോലും മനുഷ്യൻ കാണിക്കുന്നില്ലെന്നാ റബ്ബ് പറയുന്നത്. അതാണ് അല്ലാഹു പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ യജമാനനോട് വളരെയേറെ നന്ദി കെട്ടവനാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സുബഹി ബാങ്ക് കേട്ടാ പള്ളിയിൽ പോവാൻ നമ്മൾ തയ്യാറില്ല. ഈ ആയത്തായിട്ടുള്ള ഒരു ബന്ധം മനസ്സിലാക്കുക. സുബഹി സമയത്ത് തന്നെ കടന്നാക്രമണം നടത്തുന്ന കുതിര. എന്തേ? അതിനറിയാ തന്റെ യജമാനൻ പറഞ്ഞാ പോണം. നമ്മളിങ്ങനെ മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങാണ്. എവിടെയാ കിടന്നുറങ്ങുന്നത്? അല്ലാഹു തആല നൽകിയ സൗകര്യങ്ങൾ കൊണ്ട് വാങ്ങിയ AC റൂമിൽ കിടന്നിങ്ങനെ ഉറങ്ങുമ്പോ ഹയ്യാലസ്സലാ, ദേ നമ്മുടെ യജമാനന്റെ വിളിയാളം, എഴുന്നേറ്റ് പോ, നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യാലൽ ഫലാഹ്, വിജയിക്കണോ, പള്ളിയിലേക്ക് വന്നോളൂ. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഏറ്റവും നല്ലത് നിസ്കാരം തന്നെ. ഒരിക്കൽ കേട്ടില്ലെങ്കിൽ 2 തവണ ആവർത്തിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് വിളി. നിസ്കരിക്കാൻ വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ. ഇങ്ങനെ കിടന്നുറങ്ങല്ലേ, ഉറങ്ങിയിട്ട് കാര്യമില്ല. നിന്റെ ഒരു വലിയ ഉറക്കുണ്ട്. ആ ഉറക്കം സുഖകരമായിട്ട് നിനക്ക് ഉറങ്ങണമെങ്കിൽ ഇപ്പത്തിരി ഉറക്കൊഴിക്കണം. അതായത് ഖബറിലേക്കുള്ള നിന്റെ ജീവിതം. ഖബറിൽ നിനക്ക് സുഖമായിട്ട് ഉറങ്ങണ്ടേ? ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, മുൻകർണ ചോദ്യങ്ങളും വിചാരണകളും ഒക്കെ കഴിഞ്ഞിട്ട് മുഅ്മിനായ മനുഷ്യനോട് അവിടെ വെച്ച് പറയുന്നു,
മണവാളൻ ഉറങ്ങും പോലെ ശാന്തസുന്ദരമായി ഉറങ്ങിക്കോളൂ എന്ന വാക്ക് കേൾക്കണമെങ്കിൽ എഴുന്നേറ്റ് വന്നോ, പള്ളിയിലേക്ക് വന്നോളൂ, നിസ്കരിക്കാൻ വന്നോളൂ, വിജയത്തിലേക്ക് വന്നോളൂ, ഇങ്ങനെ കിടന്നുറങ്ങല്ലേ. ലോകത്തുള്ള എല്ലാ ജന്തുജാലങ്ങളും ഉണർന്നെഴുന്നേൽക്കുന്ന നേരമാണ് സുബഹിയുടെ സമയം. കുതിരയുടെ കാര്യം ഇവിടെ റസൂലുള്ള അല്ലാഹു തആല പറഞ്ഞു. ഇനി ഹദീസുകളിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഒരു ഹദീസ് കേൾപ്പിച്ചിരുന്നു. ഒരു പക്ഷിയുടെ ഉദാഹരണം റസൂലുള്ള പറഞ്ഞിരുന്നു. ലൗ തവക്കൽതും അലല്ലാഹ് ഹഖ തവക്കുലിഹി ലറസഖകും കമാ തുസഖുത് തയ്റു. ഒരു പക്ഷി അതാ അതിന്റെ കൂട്ടിൽ നിന്ന് തഗ്ദൂ, അതിരാവിലെ ഏത് പുറപ്പെടുന്നു, ഹിമാസ, ഒട്ടിയ വയറുമായി. അതിരാവിലെ ഉണരാത്ത ഏത് മനുഷ്യനാ ലോകത്തുള്ളത്, ഏത് ജന്തുക്കളാ ലോകത്തുള്ളത്? പക്ഷേ അതിരാവിലെ നന്ദികേട് കാണിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നത് രണ്ടേ രണ്ട് ജീവികളാണ്. ഒന്ന് നന്ദികെട്ട മനുഷ്യനും മറ്റൊന്ന് പട്ടിയും. വേറെ എല്ലാവരും എഴുന്നേൽക്കുന്ന പറയുന്നത്. ജന്തുശാസ്ത്രം പഠിച്ച ആളുകളൊക്കെ പറയുന്നു പ്രഭാത സമയത്ത് ഉണരാത്തതായിട്ട് പട്ടി മാത്രമേ ഉള്ളൂ. കാരണം അത് രാത്രി ഇങ്ങനെ യജമാനു വേണ്ടി പണിയെടുക്കുന്നേന്. എന്താ നേരത്തെ ഒന്ന് കിടന്നുറങ്ങുന്നു. മനുഷ്യൻ എന്തിനാ ഉറപ്പിച്ചത്? എന്തിനാ ഉറപ്പിച്ചത്? സുബഹിക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നുണ്ടോ? അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾ അനുഭവിച്ചുകൊണ്ട് കിടന്നുറങ്ങേണ്. കാര്യമൊക്കെ ശരിയാ, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു സുബഹിക്ക് പള്ളിയിൽ പോകില്ല. അങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ? ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ചാൽ മതി അവനവനോട്, ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോയോ? ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോകാറുണ്ടോ? എനിക്ക് ജമാഅത്ത് കിട്ടാറുണ്ടോ? അല്ലാഹു നൽകിയിട്ടുള്ള നിഅമത്ത്, അല്ലാഹുവിന്റെ നിഅമത്തിന് നമ്മൾ മഹത്വം കൽപ്പിക്കുന്നവരാണെങ്കിൽ നമ്മൾ സുബഹിക്ക് പള്ളിയിൽ പോകണം. ഇതിനാ സുബഹിക്ക് പള്ളിയിൽ പോകണമെന്ന് വേറെ ഒത്തൊന്നും പോകണ്ടാനാ? അല്ല, സുബഹിക്ക് ഏറ്റവും പ്രധാനമാണ്. അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ്. പടച്ചോൻ തന്ന നിഅമത്ത് ആസ്വദിച്ചിട്ട് ഇങ്ങനെ AC റൂമിൽ കിടന്നുറങ്ങുക, നല്ല കമ്പിളി ഇട്ടിട്ട്. എന്നിട്ട് അത്താടെ വിളി ഇങ്ങനെ കേൾക്കണ്, എഴുന്നേൽക്കണോ, നിസ്കരിക്കാൻ വാ, വിജയത്തിലേക്ക് വാ, ഉറങ്ങല്ലേ. അപ്പോഴോ ഒന്നും കൂടി കണ്ടിട്ട് ഇതാ അല്ലാഹു പറഞ്ഞത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂസ്. മനുഷ്യൻ അവനെ തീറ്റിപ്പോറ്റുന്ന യജമാനനോട് വളരെ നന്ദി കെട്ടവനാണ്. നേരെ മറിച്ച് തന്റെ കുതിരയോ, താൻ പുല്ല് കൊടുത്ത് വളർത്തിയുണ്ടാക്കുന്ന തന്റെ കുതിര യജമാനൻ പറഞ്ഞാൽ ഉടനെ എഴുന്നേൽക്കും, യജമാനന് വേണ്ടി ഉടനെ ഓടും, അതിശീഘ്രം കുതിച്ചു പായും, പടക്കളത്തിലിറങ്ങും, പോരാടും, പൊടിമാറി പോരാടും. നന്ദി കെട്ട മനുഷ്യനോ അവൻ അതിന് തയ്യാറില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഇന്നഹു അലാ ദാലിക ലശഹീദ്. അവൻ നന്ദി കെട്ടവനാന്നുള്ളതിന് മനുഷ്യൻ എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ നീ എന്നേടോ അതിന്റെ തെളിവ് എന്നുള്ള പറയുന്നത്. വഇന്നഹു, നിശ്ചയമായും ആ മനുഷ്യൻ, അലാ ദാലിക, അവൻ നന്ദി കെട്ടവനാണ് എന്നതിന് ലശഹീദ്, അവൻ തന്നെ സാക്ഷിയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. പണത്തോടെന്താ അവന്റെ ആർത്തി? അല്ലാഹു പറയുന്നു, പണത്തോട് അവൻ ഒടുങ്ങാത്ത ആർത്തിയാണ്. പടച്ചോൻ ചോദിക്കുന്നു നമ്മളോട്, അഫലാ യഅലമു ഇദാ ബുസിറ മാ ഫിൽ ഖുബൂർ. ഖബറുകളിലുള്ളതെല്ലാം ഇങ്ങ് പുറത്തേക്ക് പ്രവഹിക്കപ്പെടുന്ന ഒരു ദിവസം വരുമ്പോ, വഹുസ്സില മാ ഫിസ് സുദൂർ, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് ചാടിക്കപ്പെടുന്ന ദിവസം വരുമ്പോ, ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൽ ലഖബീർ. അന്നത്തെ ദിവസം അവരെ കുറിച്ച് റബ്ബ് വളരെ സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെ. അപ്പൊ പരലോക നാളിനെ ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ യജമാനനായ റബ്ബുൽ ആലമീൻ നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് ചുരുക്കം. അതിനാ അല്ലാഹു ഈ സൂറത്തിൽ ഉദാഹരണം പറഞ്ഞത്. കുതിരനെ നോക്കുന്നില്ലേ? തീറ്റിപ്പോറ്റുന്ന യജമാനൻ എന്ത് പറഞ്ഞാലും ഒരു മടിയില്ല. പടച്ചതമ്പുരാന്റെ ക്ഷമയുടെ പാരമ്യം അറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി, നമ്മുടെ അനുഭവങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ നോക്കിയുണ്ടാക്കുന്ന ഒരു മകനോ മകളോ, നമ്മുടെ വീട്ടിലുള്ള മറ്റേതെങ്കിലും ആളുകളോ, ഏതെങ്കിലും നിലക്ക് നമ്മുടെ നിഅമത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ എന്താ നമ്മുടെ ഒരു ദേഷ്യം? നമ്മൾ ചിലപ്പോ കുട്ടികളോട് പറയാറുണ്ട്, ഞാൻ നിന്നെ എത്രയും കാലം നോക്കിണ്ടാക്കിയത് ഇതിനാ, എന്ത് നന്ദികേടാണ് ഈ കാണിച്ചത്, എന്താണ് നിനക്ക് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ആളുകളോട്. നമ്മുടേതായ ആനുകൂല്യങ്ങൾ, ജീവിതത്തിലെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ തുച്ഛമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ മനുഷ്യരായ നമ്മുടെ ഒരു ദേഷ്യവും കോപവും എത്രയാണ്. ഭാര്യനോട് പറയും, മക്കളോട് പറയും, ഞാൻ തിന്നാൻ തരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കും വേണം. നമ്മൾ പറയണതാണേ, ഞാനാ നിനക്ക് തിന്നാൻ തരുന്നത്, ഞാൻ പറയുന്നത് ഇത് കേൾക്കണം. എന്താ നമ്മുടെ ഒരു ആവേശം? എടോ, നമുക്കും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും തിന്നാൻ തന്ന അല്ലാഹു പറഞ്ഞത് നമ്മൾ കേൾക്കണ്ടേ?
അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ തയ്യാറില്ലാത്തവൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, അള്ളാഹു എത്രമാത്രം ക്ഷമയുള്ളവനാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഈ ഭൂമിയിൽ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തങ്ങൾ, അള്ളാഹുവിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ധിക്കാരങ്ങൾ, അള്ളാഹുവിന്റെ നേരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന നന്ദികേടുകൾക്ക് ഉടനെ എങ്ങാനും റബ്ബങ്ങ് പിടിച്ച് ശിക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ ഭൂമിപ്പുറത്ത് ഒരു ജന്തു പോലും ബാക്കിയാവില്ലായിരുന്നു. അള്ളാഹ് പറയേണ്ടത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് പറയുന്നുണ്ട്. എന്താ അള്ളാഹ് പറയുന്നതെന്നറിയോ? മനുഷ്യന്മാരിവിടെ കാണിക്കുന്ന ധിക്കാരത്തിനും തെമ്മാടിത്തത്തിനും നന്ദികേടിനും ഒക്കെ ഉടനെ വരമ്പത്തുന്നേ കൂലി കൊടുക്കുകയായിരുന്നുവെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കാന്നറിയോ? ഈ ഭൂമിയിൽ പിന്നെ ബാക്കിയാവുകയില്ല, പ്രകടമായി കാണുകയില്ല. മിൻ ദാബത്തിൻ, ഒരൊറ്റ ജന്തുവും പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകൂല. പടച്ചോൻ അപ്പപ്പൻ പിടിച്ച് ശിക്ഷിക്കണമെങ്കിൽ ഇവിടെ ഒരു ഭൂമിയിൽ ഒരു ജന്തുവും പിന്നെ ബാക്കിയാവില്ല. പക്ഷെ അള്ളാഹുടെ ഒരു ക്ഷമ എത്രയാണ്! നമ്മുടെ അവസ്ഥ നമ്മൾ നോക്കണ്ടേ? നേരത്തെ പറഞ്ഞത് വലിയ ഗൗരവമുള്ളതല്ലേ? നമ്മളുടേതായ കീഴിൽ നമ്മുടെ ആനുകൂല്യം പറ്റുന്ന ഒരാൾ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അയാളോട് വലിയ ദേഷ്യമാണ്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്, നമ്മുടെ കടയിൽ ജോലിക്ക് നിർത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞ പണി കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ പറയും, ഞാനാ നിനക്ക് ശമ്പളം തരുന്നത്, നിനക്കതിന് പറ്റൂലെങ്കിൽ നിന്നെ ഞാൻ നാളെ പിച്ചു. എന്താ നമ്മുടെ ഒരു ദേഷ്യം? പടച്ചതമ്പുരാൻ പറഞ്ഞത് കേൾക്കാൻ തയ്യാറുണ്ടോ? അപ്പോ നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എനിക്ക് അള്ളാഹുവിന്റെ നിഅമത്ത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ബോധം വേണം. എങ്കിലേ നമ്മൾ അള്ളാഹു ശുക്ർ ചെയ്യുകയുള്ളൂ. രണ്ടാമതായിട്ട് നമുക്കുണ്ടായി തീരേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം, ഈ കിട്ടിയ നിഅമത്തിന്റെ വലുപ്പം മനസ്സിലാക്കുന്നതോടുകൂടി അത് തനിക്ക് നൽകിയത് അള്ളയാണ് എന്ന ഉറപ്പുണ്ടാകണം. ചിലർക്ക് അത് ഉണ്ടാവില്ല. ഇല്ല, നിഅമത്തൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് കിട്ടിയ അത് മമ്പർത്തങ്ങളാ, അത് പുത്തമ്പള്ളിയിലോ ഞാനവിടെ പോയിട്ട് ജാറം മൂടിയിട്ട് കിട്ടിയതാ. അത് കഴിഞ്ഞ നാട്ടിൽ പോക്കിന് അജ്മീറിലൊന്ന് പോയിട്ട് ജാറം മൂടിയപ്പോ കിട്ടിയതാ. ഇവൻ നിയമത്തൊക്കെ കിട്ടി, പക്ഷെ അത് മറ്റേ തങ്ങൾ പാപ്പ വന്നിട്ടൊരു പണി എടുത്തിട്ട് കിട്ടിയതാ. ഇങ്ങനെ ഇവൻ കിട്ടിയ നിയമത്തൊക്കെ ഉണ്ട് എന്ന് ഇവൻ ഉറപ്പുണ്ട്. പിന്നെ അതെങ്ങനെ? അത് അള്ളാനോടൊക്കെ ഞാൻ കൊഹതായിരുന്ന, പക്ഷേ അത് വേറെ ചില പണിയൊക്കെ ഞാൻ എടുത്തു. അതെന്തേ? അപ്പൊ ഇബ്ലീസ് ഇവന്റെ മനസ്സിൽ തോന്നിക്കുക, ഞാൻ 5 നേരം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് കച്ചവടത്തിൽ വർക്കത്തുണ്ടായിട്ടില്ല, ഒരുപാട് വേർന്നിട്ട് എനിക്ക് യാതൊരു വർക്കത്തുണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ അല്ലെങ്കിൽ ഒരു തങ്ങൾ വന്നത്. അങ്ങനെ തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞ്, ഈ ചിത്ത് കൊണ്ടുപോയിട്ട് ആ കാശ് വെക്കണ ക്യാഷില് ആ പെട്ടിയിൽ ഇതെന്നും വെച്ചോ. അങ്ങനെ എനിക്കൊരു തകിട് തന്നു. ഓരോ മനുഷ്യന്മാരെ വർത്താനാണ്. അങ്ങനെ എനിക്കൊരു തകിട് തന്നു. ആ തകിട് ആ പെട്ടിക്കകത്ത് വെച്ചതിന്റെ ശേഷം, അല്ലെങ്കിൽ ആ ഉറുക്ക് എന്റെ പണപ്പേഴ്സിൽ വെച്ചതിന് ശേഷം പിന്നെ അതിന് പണം വിത്തച്ചു പോയിട്ടില്ല. വരവെന്നല്ലേ വരവ്. കണ്ടോ, ഇബ്ലീസിനെ കൊണ്ട് തോന്നിപ്പിച്ചു നിഅമത്ത് കിട്ടിയ വഴി. അങ്ങനെയുണ്ട് മനുഷ്യന്മാര്. വേറെ ചില ആളുകളുണ്ടത്, തനിക്കൊരുപാട് നിഅമത്ത് കിട്ടിയെങ്കിൽ നിഅമത്ത് കിട്ടോളം തകർക്കും. നിഅമത്ത് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ അവനാ വഴിക്കില്ല. മനുഷ്യനെ പഠിച്ച അള്ളയല്ലേ, അള്ളാഹ്ക്ക് അറിയാലോ നമ്മളൊക്കെ സ്വഭാവം. അതുകൊണ്ട് അല്ലാഹു തആല അത് വളരെ വൃത്തിയായി പറഞ്ഞു ഖുർആനിൽ പലയിടത്തും. ഒരു സ്ഥലത്ത് അല്ലാഹ് പറയാണ്, വൈദാ മസ്സൽ ഇൻസാനൽ ദുർറു ദഅനാ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമാ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅൻ ലം യദൂനാ ഇലാ ദുർരിൻ മസ്സഹു കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. സൂറത്ത് യൂനുസിലെ 12-ാമത്തെ ആയത്ത്. മനുഷ്യന്മാരുടെ സ്വഭാവം അറിയാവുന്ന അല്ലാഹു ഈ മനുഷ്യനാകുന്ന വസ്തുവിനെ പടച്ച സൃഷ്ടാവിനറിയാലോ അതിന്റെ ഉള്ളിലെ വിചാരവികാരങ്ങൾ. കൊണ്ട് അല്ലാഹ് വളരെ വൃത്തിയായി പറയുന്നു, വൈദാ മസ്സൽ ഇൻസാനൽ ദുർറു, മനുഷ്യന് വല്ല ആപത്തും ബാധിച്ചാൽ, എന്ത് നിലക്കുള്ള ആപത്തെങ്കിലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ആപത്ത് നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ, അതൊരു പക്ഷേ രോഗമായിരിക്കാം, അല്ലെങ്കിൽ കടബാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ ദാരിദ്ര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷമങ്ങളായിരിക്കാം. ഏത് വിഷമം എന്ന് അല്ലാഹു തആല ഇവിടെ പറഞ്ഞിട്ടില്ല, മൊത്തത്തിലാ പറഞ്ഞത്. മനുഷ്യന്റെ സ്വഭാവം പറയാണ്, മനുഷ്യന്റെ തൊലിയിരിച്ച് കാണിക്കുന്ന സ്വഭാവം പറയാണ്. എന്താണെന്നറിയോ? മനുഷ്യന് വല്ല ബുദ്ധിമുട്ട്, ഏതെങ്കിലും നിലക്ക് മനുഷ്യനൊരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ, ചിലപ്പോൾ ജോലിയില്ലായ്മയായിരിക്കും, അതൊരു ബുദ്ധിമുട്ടാണല്ലോ. നാട്ടിൽ നിന്ന് ഇരിക്കുന്ന കൂര വിറ്റു, അല്ലെങ്കിൽ ആഭരണങ്ങൾ വിറ്റു, എല്ലാം ചെയ്ത് ഗൾഫിലേക്ക് വന്നു.
ഇവിടെ വന്ന് നോക്കുമ്പോ പ്രതീക്ഷിച്ചതുപോലെയല്ല. അവിടെ നിന്ന് കേട്ടത് എന്താ? ഇവിടെ പണം വരുന്നതാണ്, സ്വർണം കായ്ക്കുന്ന മരണ്ട്, പൊന്നു വിളയുന്ന മരുഭൂമി എന്നൊക്കെ പത്രത്തിൽ വായിച്ചത്. അപ്പോൾ വിചാരിച്ചു അവിടെ മരുഭൂമിയിൽ ഇങ്ങനെ പൊന്നു വിളയാണ്. ഇവിടെ വന്ന് നോക്കുമ്പോ ഒന്നുമില്ല, കൊട്ടം മരുഭൂമിയാണ്. അവിടെ ആയിട്ട് 4 ഈത്തപ്പഴ ചൂടുള്ള കാലത്ത് ഇത്തിരി പഴുക്കുന്നുണ്ട്, വേറൊന്നുമില്ല എന്ന് വന്ന് നോക്കുമ്പോ ഇവന് ജോലിയില്ലല്ലോ. അപ്പൊ മനുഷ്യന്റെ സ്വഭാവം എന്താണെന്നറിയോ? ജോലിയില്ല, അല്ലെങ്കിൽ ശമ്പളമില്ല, അല്ലെങ്കിൽ കിട്ടിയ ജോലി വലിയ ഉഷാറില്ല, എന്തായാലും ബുദ്ധിമുട്ട് ബാധിച്ചു കഴിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും സ്വഭാവം അല്ല പറയുന്നു, ദഅനാ, അവൻ നമ്മളോട് ദുആ തന്നെ, ദുആ തന്നെ, എപ്പോഴും ദുആ തന്നെ. എങ്ങനെയൊക്കെ ദുആ ചെയ്യുന്നില്ല, ജംബിഹി, കിടക്കുമ്പോഴും ദുആ. ഈ കിടന്നാലും പഠിച്ചോനെ ഒരു ജോലിയില്ല, ഒരു ജോലി ഇട്ടണേ. ഈ കിടന്നിട്ട് കുറെ പറഞ്ഞിട്ട് ഓന് പൂതി തീരാഞ്ഞിട്ട് ഔ ഖാഇദാ, ഇരുന്നിട്ട് കുറെ ദുആ ചെയ്യുന്നു, അതുകൊണ്ടും തീരുന്നില്ല. ഔ ഖായിമാ, നിന്നിട്ടും കുറെ ദുആ ചെയ്യുന്നു. എന്താ പറഞ്ഞതിനർത്ഥം? എപ്പോഴും ദുആ തന്നെയാണ്. മനുഷ്യൻ ഒന്നുകിൽ ഇരിക്കവും, അല്ലെങ്കിൽ കിടക്കവും, അല്ലെങ്കിൽ നടക്കവും. 3 അല്ലാഹു പറഞ്ഞു. ആദ്യം പറഞ്ഞു ജംബിഹി, കിടന്നുകൊണ്ട് എന്നെ വിളിക്കുന്നു. ഔ ഖായിദൻ, കുറെ ഇരുന്നിട്ട് എന്നെ വിളിക്കുന്നു. ഔ ഖായിമൻ, കുറെ നിന്നിട്ടും എന്നോട് ദുആ ചെയ്യും. അങ്ങനെ അല്ലാഹു പറയണേ. നോക്കിയില്ല നിങ്ങൾ, ചില ആൾക്കാർ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ ഒരു നോർമൽ സുബ്ഹാനല്ലാഹും ദിക്റുകളൊക്കെ ചൊല്ലാനുള്ള ഒരു സമയം കഴിഞ്ഞിട്ടും കുറെ ആൾക്കാർ പള്ളിയിൽ ഇങ്ങനെ, ചിലരിങ്ങനെ, ഏത് പള്ളിയിലും ഒരു 3-4 ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ അടുത്ത് കൂടിയിട്ട് പരിചയപ്പെടുക. അല്ല നിങ്ങളെന്താ, ഒന്നുമല്ലൊരു ജോലി ഇട്ടിട്ടില്ല. അപ്പൊ മിസ്കീൻ കുത്തിരി നല്ലോണം ദുആ. നമ്മൾ ദുആ ചെയ്യുന്നതിനെ പരിഹസിക്കല്ല, വേണം. അള്ളാഹുവിനോട് എത്ര ദുആ ചെയ്യുന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എത്ര പറഞ്ഞാലും മടുപ്പില്ലാത്തൊരു ശക്തി ഈ ലോകത്തുണ്ടെങ്കിൽ അത് അള്ളാഹ് മാത്രമാണ്. എന്നോട് നിങ്ങളോടൊക്കെ ഒരു കാര്യം 2 വട്ടം പറഞ്ഞാൽ 3-ാമത്തോടെ പോച്ചങ്ങ അല്ലേ? അള്ളാഹ്ക്ക് ഒരു വെറുപ്പില്ല. എത്ര കാലം ചോദിച്ചാലും അള്ളാഹുവിന് സന്തോഷമാണ്. പക്ഷെ അത് എല്ലാ കാലത്തും ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കണ്ട ആളോട് ഇങ്ങനെ 4 ദിവസം ഇങ്ങനെ പള്ളിയിൽ കണ്ട്, അല്ല ഇപ്പം തങ്ങളെ ചുപ്പങ്ങളെ ദുആക്ക് മാത്രമല്ലല്ലോ, ജമാഅത്തും കണ്ടല്ലോ, അല്ല എനിക്കിപ്പോ ജോലി കിട്ടി, മൂപ്പരിക്കിപ്പോ ജോലി കിട്ടി. അപ്പൊ അല്ലാഹു തആല പറയാണ്, ഇവനിങ്ങനെ ഇരുന്നിട്ടും കിടന്നിട്ടും നിന്നിട്ടുമല്ല നമ്മളോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു, അവനെ ബാധിച്ചിട്ടുള്ള വിഷമം അത് എന്ത് തന്നെയാകട്ടെ, ആ വിഷമം എന്നോടവൻ വിളിച്ചു തേടിയപ്പോ ഞാനങ്ങ് ഉത്തരം കൊടുത്തു. അങ്ങനെ അവന്റെ വിഷമത്തെ ഞാനങ്ങ് ദൂരീകരിച്ചപ്പോ, ഇനിയാണ് വിഷയം പറയുന്നത്. അല്ലാഹു മറ, അവനതാ തിരിഞ്ഞു നടക്കുന്നു. കഅല്ലം യദൂനാ ഇലാ ദുർരിൻ മസ്സഹു, മുമ്പൊന്നും അവന് ഒരു വിഷമവും ബാധിച്ചിട്ടുമില്ല, എന്നോടവനൊന്നും ചോദിച്ചിട്ടുമില്ല എന്നതുപോലെ. ഒരെന്നെ പരിചയമില്ല. ഹയ്യാല സ്വലാത്ത് കേട്ടാലേ എന്തൊരു വിളിയാ, അതെന്തൊരു വിളിയാ. അസ്സലാത്ത് ഖൈറും മിനന്നൗം, ഓനൊന്നും കൂടി ആ വിളിയ പരിചയമില്ല. കുറച്ചു കാലം കഴിഞ്ഞ് സൗകര്യവും പണക്കാരനൊക്കെ അഭിനവ് മുഹമ്മദ് നബിനെ തന്നെ അറിഞ്ഞൂടാ. ഓ പ്രോഫറ്റ് മുഹമ്മദ് അല്ലേ, ഓ മക്കയിലല്ലേ, പുള്ളിക്കാരനെ കേട്ടിട്ടുണ്ട്, ഒത്തിരി നല്ല ആളാന്ന് കേട്ടിട്ടുണ്ട്. എവിടെ ഇവരിതൊക്കെ അറിയാം, മുമ്പൊക്കെ പഠിച്ചോനെ, പക്ഷെ അവൻ മറന്നു. നമ്മുടെ ഗൾഫുകാരുടെ സ്വഭാവം വന്ന വഴി മറക്കും. അല്ലാഹു തആല നമ്മളോട് പറയും, എടോ ഈ വന്ന വഴി നോക്കണം. ഇവിടെ നിയമത്തിന് ശുക്ർ ചെയ്യാത്ത സകല മനുഷ്യന്മാരും ആലോചിച്ച് നോക്കൂ, വന്ന വഴി മറന്നവരാ. 0യിൽ നിന്ന് ഉയർന്ന് മേലോട്ട് പോയവരാ നമ്മളൊക്കെ. ഗൾഫുകാര് നമ്മളടുത്തൊന്നും ഇല്ലെങ്കിലും വെപ്പ് അങ്ങനെയുള്ള നാട്ടില്. ഗൾഫ് മലയാളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വെപ്പാണ് മനസ്സിൽ. ഓന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇവന്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് ഓനും പഠിച്ചാൻ വരാനും അറിയാം. എന്തായിരുന്നാലും ഓന്റെ അടുത്ത് എന്തുണ്ട് എന്നാണുള്ള വെപ്പ്. ഏതോ ആകട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വന്ന വഴി മറക്കുക. ജോലിയില്ലാത്തപ്പോ കൃത്യമായി പള്ളിയിൽ പ്രയാസവും വിഷമൊക്കെ ഉണ്ടാകുമ്പോ അള്ളാഹിനോട് ദുആർക്കുക. അല്ലാഹു തആല അവനൊന്ന് കഴിച്ചിലായിക്കോട്ടെ, ഒന്ന് നന്നായിക്കോട്ടെ വിചാരിച്ചു കൊടുത്താലോ, പിന്നെ അവൻ മറക്കഅല്ലം യദൂനാ ഇലാ ദുർരിൻ മസ്സഹു, നമ്മളോടൊന്നും ചോദിച്ചിട്ടേ ഇല്ലാത്തവനെ പോലെയാണ് അവന്റെ നടപ്പ്. കണ്ടാ മൈൻഡിയില്ല. പള്ളിയെ എവിടേക്ക് പോണില്ല, ക്ലാസ്സോ ഖുർആൻ ക്ലാസ്സോ, അതൊക്കെ വളരെ താഴ്ന്ന ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയല്ലേ. നമ്മൾക്കിവിടെ ഓർക്കസ്ട്ര, നിശാ ക്ലബ്ബ്, അതുപോലെ തന്നെ ഇവിടെ എന്താണ് മറ്റേ കലാപ്രസംഗം, അതുപോലെ തന്നെ സിനിമാ നടി നടന്മാര് പങ്കെടുക്കുന്ന വലിയ വലിയ പ്രോഗ്രാംസ്. അങ്ങനെ പിന്നെ ആകെ കൂടി ശൈലിയും ജീവിതമൊക്കെ ആകെ മാറിപ്പോയി. ഇവനാകെ മാറി. എന്തേ ഇപ്പൊ കുഴപ്പം? ഒരിത്തിരി പണം അവന് കിട്ടി, ഒരിത്തിരി മുതല് കിട്ടി. എടോ മുതല് കിട്ടിയിട്ട് അതിന് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു തആല പറയുന്നു പെട്ടെന്ന് പോയി പോകും. കിട്ടിയതിനനുസരിച്ച് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതങ്ങ് തിരിച്ചെടുത്തു കളയും.
അപ്പൊ അല്ലാഹു തആല പറഞ്ഞൊരു സ്വഭാവമാണത്. മനുഷ്യരില്ലെങ്കിലോ കുറേ ദോർക്കും, കിട്ടിയാൽ എന്നെ മറക്കും. ഇത് അല്ലാഹു പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, മക്കയിലെ മദീനയിലൊക്കെ ജീവിച്ച മുനാഫിക്കുകൾ റസൂലുള്ളാഹിയുടെ കാലത്ത് ചില മുനാഫിക്കുകൾ ഇരുന്നു താഴ്ന്നിരുന്നതാണ്. അള്ളാഹിനോട് കരാറും പറഞ്ഞു അവര്. വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫദ്ലിഹി ലനസദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ ഫലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി ബഖിലൂ ബിഹി. അല്ലാഹു പറയാണ്, ഒരു കൂട്ടം ആളുകൾ അള്ളാഹിനോട് അവർ കരാറ് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് മുതലുണ്ടായാൽ ഞങ്ങൾ ഒരുപാട് ചെലവഴിക്കും. നമ്മളുണ്ട് ഇപ്പൊ അങ്ങനെ, നമുക്കുണ്ട് അങ്ങനത്തെ ഒരു വർത്താനം കേട്ടിട്ടില്ലെങ്കിൽ ചില ആൾക്കാർ എന്താ അവൻ്റെ ഒക്കെ മുതൽ, എന്താ അവൻ്റെ ഒക്കെ പണം. നമ്മളിങ്ങനെ ഓരോരുത്തരുടെ പേര് പറയട്ടെ. ആ ചങ്ങായിന്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വെച്ചടി മുന്നോട്ടാണ്. എന്താ അവൻ്റെ ഒക്കെ എത്ര പവന്, എല്ലാ സ്ഥലങ്ങളിലും ബ്രാഞ്ചുകളായി. എനിക്കൊക്കെയാണോ അവൻ്റെ മായിരിച്ച് ഞാനിവിടെ എന്തൊക്കെ ചെയ്യും? എത്ര പള്ളി എടുക്കും ഞാൻ എത്ര മദ്രസ എടുക്കും, ഞാൻ എത്ര എത്തിയും കുട്ടികൾക്ക് ചെലവിന് കൊടുക്കും, ഞാൻ എന്തെല്ലാം ചെയ്യും. ഞാനിവിടെ തേരും വാരും വയ്ക്കൂല. എന്റെ മനസ്സിനോട് ഇങ്ങനെ പറയാ. എന്നിട്ട് അള്ളാഹു ഒരു ദിവസം എഴുതാൻ കൊടുത്താലോ? അള്ളാഹു പറയുന്ന മുനാഫിക്കിന്റെ ലക്ഷണം ഫലമ്മാ ആതാഹും മിൻ ഫദ്ലിഹി, അങ്ങനെ അവർക്ക് അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് കൊടുത്തിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കിയപ്പോ ബഖിലൂ ബിഹി, അതുകൊണ്ടവൻ നേരത്തെ പറഞ്ഞ സ്വതക്കയല്ല ചെയ്തത്. ബഖിലൂ ബിഹി, അവൻ അതുകൊണ്ട് പിശുക്കനാകുക ചെയ്തത്. കൂടുതൽ പിശുക്കാണ്. പിന്നെ അവന്റെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെന്നാല് നമ്മൾ പിരിച്ച 10 റുപ്യ അവന് കൊടുക്കേണ്ട അവസ്ഥയിലാണ്. അത്ര പാവാണ്. ആകെ കൂടി പ്രശ്നം പ്രയാസം, അവന്റെ ബുദ്ധിമുട്ടും അവന്റെ ഇല്ലായും വല്ലായൊക്കെ പറയുമ്പോ എന്നാ പിന്നെ എനിക്ക് ഒരു 500 ദിർഹംസ് കിട്ടിയിട്ടുണ്ട് പിരിവ് പള്ളിക്ക്, അതിലൊരു 100 ദിർഹംസ് ഇങ്ങ് കിടക്കട്ടെ, ബിസ്മില്ലാ എന്ന് പറഞ്ഞ അങ്ങോട്ട് സ്വതക്ക കൊടുക്കേണ്ട കോലത്തിലാണോ അവന്റെ വർത്താനം? മനുഷ്യന്മാരുടെ സ്വഭാവം. ഇതൊരു വിഷയത്തിന് മാത്രമല്ല, നമ്മളെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മളിങ്ങനെ വിചാരിക്കുമ്പോ എനിക്ക് അത്ര ഉണ്ടെങ്കിൽ, പണ്ടൊരുത്തം പറയില്ലേ, ഇപ്പൊ പണിയൊന്നുമില്ല, പണി ഇട്ടിട്ട് വേണം 2 ദിവസം ലീവ് എടുക്കാൻ. അപ്പൊ എന്താ പണിയൊന്നും ഇല്ലാത്തപ്പോ നല്ല പണിയാണ്, എന്താ ജോലി അന്വേഷിക്കാം. അപ്പൊ അവനിങ്ങനെ വിചാരിച്ചു പണിയൊക്കെ കിട്ടിയിട്ട് വേണം ഒന്ന് ഉഷാറാകാൻ, ഖുർആൻ ക്ലാസ്സിനൊക്കെ പണി കിട്ടിയപ്പോ പിന്നെ അവന് ക്ലാസ്സിൽ കണ്ടുണ്ടോ. അപ്പൊ അല്ലാഹു തആല ചെയ്തു തന്നിട്ടുള്ള ഓരോ നിഅമത്തുകളും, ആ നിഅമത്തുകളൊക്കെ പടച്ചതമ്പുരാൻ ചെയ്തതാണ് ആദ്യം അറിയണം. എനിക്ക് നിഅമത്ത് ഉണ്ട് എന്ന് എനിക്ക് ആദ്യം തോന്നണം. അത് കിട്ടിയത് എന്റെ നാഥൻ നൽകിയതാണ് എന്ന് ഉറപ്പ് വേണം. എന്നിട്ട് ആ നാഥൻ പൊരുത്തപ്പെടുന്ന വഴിയിലേക്ക് ആ നിഅമത്തുകൾ എന്ത് തന്നെയാവട്ടെ വിനിയോഗിക്കുകയും ചെയ്യണം. അള്ളാഹു ഒഴിവ് സമയം നൽകി അനുഗ്രഹിച്ച എത്രയോ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യത്താണെങ്കിൽ സ്ത്രീകൾ, ഇവിടത്തെ പോലെ ഗൾഫ് രാജ്യത്തെ സ്ത്രീകളെ പോലെ സ്വർഗതുല്യമായ ജീവിതം ജീവിക്കുന്ന ആളുകൾ ആരാ ഉള്ളത്? നോക്കൂ, ഇവിടത്തേക്കുള്ള സ്ത്രീകൾക്ക്, ഗൾഫിൽ താമസിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഒഴിവ് സമയമുള്ളത്. ആണുങ്ങൾ ജോലിക്ക് പോകും, പിന്നെ ഇവർക്ക് എന്താ പണി? ഇവർ കിടന്നുറങ്ങുക. വേറെ ചില ആളുകൾ കയ്യമ്മൽ ഇങ്ങനെ താഴ്പാടെന്താ ഈ റിമോട്ട് ഇങ്ങനെ ചാനൽ ഇങ്ങനെ മാറ്റി ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ ചൂണ്ടുകയാണ്. ഇതും പിടിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ കാണാം, കണ്ടതിനെ കാണാം, വേറൊന്ന് മാറ്റി. അതിനാണെങ്കിൽ ടിവിന്റെ ചോട്ടിലൊരു പാത്രം വെക്കേണ്ട അവസ്ഥയിൽ ആ കണ്ണീരിങ്ങനെ ഒലിച്ചിറങ്ങണ സീരിയലുകളും അതിങ്ങനെ കണ്ടിട്ട് ഇവരിങ്ങനെ എന്തായി നാവപ്പോ. ഭർത്താവ് ജോലി കഴിഞ്ഞ് മര്യാദക്കൊരു ഭക്ഷണം ഉണ്ടാവില്ല. ചിലപ്പോ എന്താ ഇങ്ങനെ ആലോചിച്ച് കുത്തിരിക്കാം, മറ്റുള്ള കാര്യം ഇപ്പൊ എന്തായി നാവോ, ഇവൾ ആത്മഹത്യ ചെയ്തോ, വല്ലാത്തൊരു കടുങ്കയ്യാട്ടോ ഇവൻ ചെയ്തത്. കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഫാമിലിയിൽ ഇങ്ങനെ ഒത്തുകൂടിയാൽ നന്ദികേടല്ലേ ഈ കാണിക്കുന്നത്? അല്ലാഹു തആല ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇവിടെ സമയം കിട്ടുക എന്നുള്ളത്. ആ ഒഴിവ് സമയം അതല്ലേ റസൂൽ പറഞ്ഞത്. അധിക ആളുകളും 2 ഒഴിവ് സമയം, 2 നിഅമത്തുകളെ കുറിച്ച് അധിക ആളുകളും ബോധവാന്മാരല്ല. ആരോഗ്യം, ഒഴിവ് സമയം, രണ്ടും കഴിഞ്ഞു പോകുമ്പോഴാ ചിന്തിക്കാറുള്ളത്. കഴിഞ്ഞു പോയല്ലോ സമയം, അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഒഴിവ് സമയം കിട്ടുന്ന പുരുഷന്മാര് ആരാവട്ടെ, ഉദാഹരണം പറഞ്ഞു എന്നേയുള്ളൂ. ഏത് വ്യക്തികളായിരുന്നാലും അള്ളാഹു ഒഴിവ് സമയം നമുക്ക് തരുന്നുണ്ടോ അതൊരു നിഅമത്താണ്. വീണ് കിട്ടുന്ന സമയം വെറുതെ ചെലവഴിക്കാതെ ടിവിയുടെയും സീരിയലിന്റെയും സിനിമകളുടെയും മറ്റുള്ള വിനോദങ്ങളുടെയും മുമ്പിൽ കുത്തിയിരുന്ന് നേരം കളയാതെ മുസ്ലിം അവന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഇൽമുകളുണ്ട്, അവൻ അറിഞ്ഞിരിക്കേണ്ട അറിവുകളുണ്ട്. നിസ്കാരത്തെ കുറിച്ച് പോലും അറിയാത്ത ജനങ്ങളാണ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ അറിവ് എന്ന അനുഗ്രഹം അത് മറ്റൊരനുഗ്രഹമാണ്. അറിവിന്റെ വലുപ്പം അറിയണമെങ്കിൽ തീരെ നിസ്കരിക്കാൻ അറിയാത്തൊരു മുസ്ലിം, തപ്പിത്തടഞ്ഞു പോലും ഖുർആൻ ഓതാൻ അറിയാത്ത എത്രയോ ചെറുപ്പക്കാര് വളർന്നു വരുന്നു. അത് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അവൻ കിട്ടിയ അനുഗ്രഹം എത്രയോ ആണെന്ന് അവൻ അപ്പോൾ ബോധ്യമാകും. ഇങ്ങനെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തൽ അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹമാണ്.
ആരോഗ്യം അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹമാണ്. റസൂലുള്ളാഹി പറയുന്നു, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇബ്നു ഉമറേ, ഞാനിതാ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്. നീ ഭൂമിയിൽ ഒരു വിദേശിയെ പോലെ ജീവിച്ചോ, നീ ഒരു പ്രവാസിയെ പോലെ ഭൂമിയിൽ ജീവിച്ചോ. അല്ലയിൽ നീ ഒരു വിദേശിയെ പോലെ ജീവിച്ചോ എന്നല്ല, ഭൂമിയിൽ നീ ഒരു വിദേശിയെ പോലെ ജീവിച്ചോ. നമ്മളൊക്കെ അല്ലയിൽ വിദേശിയെ പോലെ ജീവിക്കുന്നു, അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ UAE-യുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നമ്മൾ പ്രവാസികളാണ്. എന്താ നമ്മളിവിടെ വിദേശികളായാലുള്ള അർത്ഥം? നമ്മൾ താമസിക്കുന്ന റൂമിന് വല്ല കേടുമെന്ന് നമുക്ക് വലിയൊരു വിഷമല്ല. കാരണം നമ്മളെ വീടല്ല, അത് ഒഴിവാക്കി പോകാനുള്ളതല്ലേ. നമ്മളെപ്പോഴും ചിന്തിക്കണത്, എടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോ. എന്താ ഓവർ ടൈമിന് പോണത്? ഈ ചൂട് കാലത്ത് ഓവർ ടൈമിന് പോയി. ഈ ഓവർ ടൈമിന് പോയാലേ നാളേക്ക് വല്ലതും ഉണ്ടാവുള്ളൂ. ഏതാ ഈ നാളെ? നാളെയാ? നാളല്ല, നമ്മളെ നാളെ എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മളിതൊക്കെ മതിയാക്കിയിട്ട് ഇങ്ങനെ നാട്ടിക്ക് പോയിട്ട് കൂടാൻ വിചാരിക്കുന്ന ഒരു നാളെ ഉണ്ട്. എല്ലാവരും കാണുന്നൊരു സ്വപ്നമാണത്. ഒരു കൊച്ചു വീട്, അതിലിങ്ങനെ ഞാനും ഭാര്യയും കുട്ടികളും സൗകര്യങ്ങളും ഉള്ളൊരു നല്ലൊരു നാളെ. ആ നല്ലൊരു നാളെ സ്വപ്നം കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ നാളെ 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 എന്ന് പറഞ്ഞ് ഭാഗ്യക്കുറിക്കാരന്റെ നാളെയും കഴിഞ്ഞ് എല്ലാ നാളെയും കഴിഞ്ഞ് അവസാനം എല്ലാ രൂപത്തിലുള്ള കുറെ രോഗങ്ങളും കുറെ അസുഖങ്ങളുമായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്കാണ് പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറയുന്നു, മനുഷ്യ, നീ ഭൂമിയിൽ ഒരു പ്രവാസിയെ പോലെ ജീവിച്ചോ. എന്താ കാരണം എന്നറിയോ? എന്നും ഇവിടെ തന്നെ കൂടണം എന്നുള്ള ചിന്തല്ലല്ലോ അവിടെ വിദേശികൾക്ക്. പോണം തന്നെയല്ലേ. നാളെ പോയിട്ട് നാളത്തെ ജീവിതമെങ്കിലും സുഖമാവണം, നാട്ടിൽ പോയിട്ട് കുറച്ചു കാലം സുഖമായി ജീവിക്കണം, നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കുക. ഗൾഫൊക്കെ ഇപ്പൊ എപ്പോഴാണ് അറിഞ്ഞൂടെ ആട്ടിപ്പിടിക്കുകയാണ്. നമ്മളെന്ന് ചർച്ചയാണ്, നമ്മുടെ ചർച്ചയാണ്. എന്ത് എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് എന്തെങ്കിലുമൊക്കെ വേഗം സമ്പാദിച്ച് പോകാൻ നോക്കിക്കോ. എന്ത് ഇവിടെ ഇപ്പൊ സ്വദേശിവൽക്കരണം നടക്കില്ല, നാഷണലൈസേഷൻ. ഇവിടെ ആകെ പ്രശ്നമാണ്. ഇവിടെ നമ്മൾ നാട്ടിലേക്ക് നാട് പിടിക്കാൻ നോക്കുക. അല്ലാഹു തആല പറയുന്നു, എടോ നിന്റെ സ്വദേശം തന്നാൽ നീ വന്ന ഭൂമിയുണ്ട്, അത് വന്ന ലോകമുണ്ട്, അത് പരലോകമാണ്. അങ്ങോട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തോ, അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കോ. അല്ലെങ്കിൽ ഒരു വിദേശിയും ചിലപ്പോൾ വേറെ നാട്ടിൽ പോയാൽ അവിടുത്തെ പാസ്പോർട്ടൊക്കെ കിട്ടിയിട്ട് അവിടുത്തെ സ്വദേശിയാകലുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി ഉടനെ പറയുന്നു, ഔ ആബിറു സബീൽ. ഒരു ട്രാൻസിറ്റിന് ഇവിടെ ഇറങ്ങിയതിനെ പോലെ ജീവിച്ചോ. ആബിറു സബീൽ എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ കടന്നു പോകുന്ന ഒന്നാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, നാട്ടിലേക്ക് പോകുമ്പോ പിന്നെ ചിലപ്പോ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും. അപ്പൊ ബോംബെ എയർപോർട്ടിൽ ഒന്നിങ്ങനെ ഒരു എഴുപൂർ വെറുതെ ഒന്നിങ്ങനെ കടന്നു പോകുക. അവിടെ അല്പനേരം 1-2 മണിക്കൂർ ഇരിക്കണേ ഉള്ളൂ. ഇതുപോലെ ആയിക്കോ ദുനിയാവിൽ. ആരാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്ന ചെയറിന്റെ ഭംഗി നോക്കാറുള്ളത്? അല്ലെങ്കിൽ അവിടുത്തെ സൗകര്യങ്ങളെ പറ്റി ആർക്കാ പരാതി? ഒന്നുമില്ല. കാരണം പോകേണ്ട നാട് വേറെയാണ്. അപ്പൊ ഇതിൽ ഇടക്കൊന്ന് ഇവിടെ ഇറക്കിയതാണ് നമ്മളെ. ഇടക്കൊന്ന് പടച്ചോനെ ഇറക്കിയിരിക്കുകയാണ് ഇവിടെ. ഒന്നിങ്ങനെ പോയിക്കോ ഇതിലൂടെ, കിട്ടുന്ന വേഗം വരണം, പരലോകം അവിടേക്ക് പോകാനുള്ളതാണ്. ഈ ഒരു വാചകം കേട്ടതിന്റെ ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് ഇത് റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് ആദ്യമായി കേട്ടത്. മഹാനവറുകൾ ഇത് കേട്ടതിന്റെ ശേഷം സ്വഹാബിമാരെ കാണുമ്പോൾ ഇടയ്ക്കിടെ പറയും, ഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാഅ വഇദാ അംസൈത ഫലാ തൻതദിരിസ് സബാഹ് ഖുദ് മിൻ സിഹ്ഹതിക ലിമർദിക വമിൻ ഹയാതിക ലിമൗതിക. നീ പ്രഭാത സമയത്തായി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നീ ജീവിക്കുമെന്ന് നീ ഉറപ്പിക്കരുത്. വൈകുന്നേര സമയത്താണ് നീ നിലകൊള്ളുന്നതെങ്കിൽ ഫലാ തൻതദിരിസ് സബാഹ്, നേരം പുലരുമ്പോ നീ ഭൂമിപ്പുറത്തുണ്ടാകുമെന്നും നീ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ ഖുദ് മിൻ സിഹ്ഹതിക ലിമർദിക, നിന്റെ ആരോഗ്യമുള്ള സമയത്ത് വല്ലതും അധ്വാനിച്ചിട്ട് രോഗമുള്ള കാലത്തേക്ക് സമ്പാദിച്ചോ, പണമുണ്ടാക്കിക്കോ എന്നല്ല പറയുന്നത്. രോഗം വന്നു കഴിയുമ്പോ കൃത്യമായി പള്ളിയിൽ പോകാൻ കഴിയാതെ വരും. അതുപോലെ തന്നെ റബ്ബ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് കഴിയാതെ വരും. ആരോഗ്യമുള്ള സമയത്ത് അതൊക്കെ ചെയ്തോ. എന്നാ പിന്നെ രോഗമുള്ള കാലത്ത് നിനക്ക് ആശ്വസിക്കാം. നല്ല കാലത്ത് ഞാൻ ജമാഅത്തിന് പോയിട്ടുണ്ട്, ഇപ്പൊ എന്നെ കൊണ്ട് വയ്യാഞ്ഞിട്ടാണ്. നല്ല കാലത്ത് ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് കഴിയാഞ്ഞിട്ടാണ്. നല്ല കാലത്ത് ഞാൻ നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ സഹകരിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്, ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്, അവർക്ക് കാസറ്റുകൾ നൽകിയിട്ടുണ്ട്, പ്രസിദ്ധീകരണങ്ങൾ നൽകിയിട്ടുണ്ട്, ഇസ്ലാമിന് വേണ്ട കാര്യത്തിലൊക്കെ എന്റെ നല്ല കാലഘട്ടത്തിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് എന്ന് നിനക്ക് നിന്റെ രോഗാവസ്ഥ വരുമ്പോൾ നിനക്ക് ആശ്വസിക്കാമല്ലോ. അതുപോലെ തന്നെ വമിൻ ഹയാതിക ലിമൗതിക, നിനക്ക് കിട്ടുന്ന അവസരം നീ ഉപയോഗപ്പെടുത്തിയിട്ട് മരണത്തിന്റെ നാളെയുള്ള ജീവിതത്തിന് വേണ്ടി ഒരുക്കി വെച്ചോ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കാണുന്നവരോടൊക്കെ വസിയത്ത് കൊടുക്കും. നമ്മളോ, നമുക്ക് വല്ല ബേജാറുണ്ടോ? നമുക്ക് വല്ല വിഷമമുണ്ടോ? അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾ നിരന്തരം നമ്മൾ അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ടിരിക്കുകയാണ്.
എത്രയാ നമ്മൾ ചെയ്തത്? അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾക്ക് തന്നെ നമ്മൾ അങ്ങോട്ട് തിരിച്ചെറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥ. പടച്ച തമ്പുരാൻ പറയുന്നു, എത്രയെത്ര ധിക്കാരികൾ ഈ ലോകത്ത് കഴിഞ്ഞുപോയി. അല്ലാഹുവിന്റെ നിഅമത്തുകൾ കിട്ടിയ ആളുകളൊക്കെ ലോകത്ത് ഒരുപാട് കഴിഞ്ഞുപോയി. പണമാണോ വലിയ നിഅമത്ത്? എന്നാ പണക്കാരെയും പടച്ചോൻ പിടിച്ചിട്ടുണ്ട്. ഖാറൂൻ മുതലാളി ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു മുതലാളിയാണ്. മൂസാ നബിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മൂസാ നബിയുടെ ജനതയിൽ ജീവിച്ചുപോയ ഒരു ധിക്കാരിയായ ഒരു പണക്കാരൻ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ. മൂസാ നബിയുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു ഖാറൂൻ മുതലാളി. അയാളുടെ പണത്തോളം എത്തിയ മുതലാളിമാരില്ല. അയാളുടെ അത്ര പണമുണ്ടായ ഒരു മുതലാളി ഉണ്ടായിട്ടില്ല. കാരണം എത്രത്തോളമാണ് അയാൾക്ക് നൽകിയത്? അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പണത്തിന്റെ ഖജനാവിന്റെ താക്കോലുകൾ പോലും വലിയ വലിയ ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തത്ര ഭാരം, അയാളുടെ ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ പോലും ഒട്ടകങ്ങൾക്ക് പോലും ചുമക്കാൻ കഴിയാത്തത്ര എന്താണ് ആ മുതലാളി. അന്നാട്ടിലുള്ള ആളുകളൊക്കെ പറഞ്ഞുപോയി, യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹള്ളിൻ നദീം. ഓ, ഞങ്ങൾക്കും ഈ ഖാറൂനിനെ പോലെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്നഹു ലദൂ ഹള്ളിൻ നദീം, വല്ലാത്തൊരു ഹള്ളുള്ള മനുഷ്യൻ തന്നെയാണ്. ഒരു വല്ലാത്തൊരു ഹള്ളുള്ള ആളെന്നെ കേട്ടോ ഖാറൂൻ എന്ന് എല്ലാവരും ഇങ്ങനെ ഇയാൾ ഇറങ്ങിപ്പോകും, മൂക്കത്ത് വിരൽ വെക്കും. ഇയാളുടെ പളവളപ്പ്, ഇയാളുടെ സൗകര്യങ്ങൾ, അയാളുടെ വാഹനം, അയാളുടെ ഒപ്പമുള്ള പ്രജകള്, അയാളുടെ കൊട്ടാരങ്ങൾ, അയാളുടെ കൃഷിസ്ഥലങ്ങൾ, എന്തെല്ലാം സൗകര്യങ്ങൾ. ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കി, വിശ്വാസികൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ പണം കൊണ്ട് ധിക്കാരം കാണിക്കല്ലേ, ഈ പണം കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ അഹങ്കരിക്കല്ലേ എന്ന് പറഞ്ഞു നോക്കിയപ്പോ അയാൾ പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ മിന്നി. ഇതൊക്കെ എന്റെ അറിവ് കൊണ്ട് നേടിയതാ, ഞാൻ എന്റെ കഴിവ് കൊണ്ട് നേടിയ പണമാണ്, ഞാൻ ചോര നീരാക്കി അധ്വാനിച്ചതാ. നമ്മൾ അങ്ങനെയല്ലേ പറയാ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ മുതല, എന്നെ ചോദ്യം ചെയ്യാൻ ആരാ നിങ്ങൾ എന്ന് ചോദിക്കുന്നില്ലേ? അവസാനം എന്താണ്ടായത്? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള. അവനെയും അവൻ പടുത്തുയർത്തിയ കോട്ടകൊട്ടകങ്ങളെയും എല്ലാം ഭൂമിയിലേക്ക് നമ്മൾ അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. അല്ലാഹു പറയുന്നു. എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പണ്ടെന്നോ ജീവിച്ചു മരിച്ചുപോയൊരു മുതലാളിന്റെ കഥ മൂസാ നബിയുടെ കാലത്തുണ്ടായൊരു സംഭവമല്ലേ? അന്നെങ്ങോ ജീവിച്ചു മരിച്ചുപോയൊരു മുതലാളിന്റെ കഥ ഈ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളെ കൊണ്ട് ഇങ്ങനെ അല്ലാഹു ഓദിപ്പിക്കുന്നത് എന്തിനാ? നമുക്ക് ആ ആയത്തോതിയിട്ട് ബർക്കത്തിട്ടാനാ? അത് മാത്രമല്ലല്ലോ, അല്ലാഹു തആല ഖാറൂൻ മുതലാളിയോട് നമ്മൾ ഏതായാലും എത്തിയിട്ടില്ലെങ്കിലും കൊച്ചു കൊച്ചു ഖാറൂനുമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവർക്കൊരു മുന്നറിയിപ്പാ, കൊച്ചു മുതലാളിമാർക്കുള്ളൊരു മുന്നറിയിപ്പ്. നമ്മളൊക്കെ ഗൾഫുകാർ കൊച്ചു മുതലാളിമാരാണ്. എന്താണെന്നറിയുന്നത്? അല്ലാഹു തആല ചെയ്തിരുന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകൾ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും. മാസാന്തം പ്രത്യേകം ഡ്രാഫ്റ്റുകളായിട്ട് അയച്ചു കൊടുത്തു. എന്താ നമ്മുടെ വീട്ടിലുള്ള ഭാര്യയുടെ ഒരു ജീവിതം, മക്കളുടെ ഒരു ജീവിതം, നമ്മളിവിടെ ഉണ്ടാക്കുന്ന പണം കൊണ്ട് അവരെങ്ങനെ പൊടിച്ചു കളയുകയാണ്. വീട്ടിലാണെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ടാക്കി കൊടുത്തു, വലിയ വീടുണ്ടാക്കി, ആ വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. അങ്ങനെ വീട്ടിലുള്ള സൗകര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും വേണ്ടി അയൽ വീട്ടിൽ നിന്നും ആളുകൾ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അവരുടെ വീട്ടിൽ സൗകര്യങ്ങളില്ല, നമ്മുടെ വീട്ടിൽ സൗകര്യങ്ങളുണ്ട്. എല്ലാ ചാനലുകളും കാണാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഭാര്യയോടും മക്കളോടുമുള്ള പിരിശം കൊണ്ട് നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് പ്ലെയിൻ കയറി. പിന്നെ അവിടെ കാണുന്നതും കേൾക്കുന്നതും അത്തരത്തിലുള്ള രംഗങ്ങളാണ്. അയൽക്കാർ ഓടിക്കൂടുകയാണ് രംഗങ്ങൾ കാണാൻ വേണ്ടി. അങ്ങനെ അവിടെ അനാവശ്യമായ അടുപ്പങ്ങൾ ഉണ്ടാകുന്നു. എത്രയോ മുസ്ലിം വീടുകളിൽ, ഗൾഫുകാരുടെ വീടുകളിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. ത്വലാഖ് ദിനേനയെന്നോടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മൾ അല്ലാഹുവിന് വെറുപ്പുള്ള വഴിയിലേക്ക് ചെലവഴിച്ചിട്ട് നമ്മൾ തന്നെ ഇന്ന് വിരൽ കടിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഉണ്ടാക്കിയ അധ്വാനിച്ചിട്ട് അല്ലാഹു നൽകിയിട്ടുള്ള നിഅമത്ത് അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത വഴിയിലേക്ക് നമ്മൾ ചെലവഴിച്ചുകൂടാ. ഗൾഫുകാരാണെന്ന് നാട്ടിൽ എല്ലാ തെമ്മാടിത്തത്തിന്റെയും ചുക്കാൻ പിടിക്കുന്നതെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമുണ്ടോ? വിവാഹത്തോടനുബന്ധിച്ചുള്ള ഒരുപാട് അനാചാരങ്ങൾക്ക് തുടക്കമിട്ടത് ഗൾഫുകാരനാണ്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ആചാരങ്ങൾക്കും മാമൂലുകൾക്കും നാട്ടിൽ തുടക്കമിടുന്നത് ഗൾഫുകാരനാണ്. അവന്റെ സ്റ്റാറ്റസ് നിലനിർത്താനെന്ന് പറഞ്ഞുകൊണ്ട് ആയിരങ്ങൾ അയച്ചു കൊടുക്കുമ്പോ അതിലൂടെ അവൻ പണം ദൂർത്തടിച്ചുകൊണ്ടാണ് അവന്റെ സ്റ്റാറ്റസ് നിലനിർത്തുന്നതെങ്കിൽ അല്ലാഹുവിന് വെറുപ്പുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ വീടുകളിൽ നാം നമ്മുടെ പണം കൊണ്ട് സംഘടിപ്പിക്കുന്നുവെങ്കിൽ ഈ നിഅമത്തൊക്കെ എത്രയും പെട്ടെന്ന് പിൻവലിക്കുവാൻ അല്ലാഹുവിന് കഴിവുള്ളവനല്ലേ? അതാണ് അല്ലാഹു പറഞ്ഞത്. ഖാറൂൻ മുതലാളിയുടെ ചരിത്രം പറഞ്ഞതിനാ. അവന്റെ എല്ലാ പണവും പോയില്ലേ, എല്ലാ പവറും പോയില്ലേ.
എല്ലാം നശിച്ചുപോയില്ലേ? അങ്ങനെ അവന് കിട്ടിയ ശിക്ഷ കണ്ടപ്പോ പടച്ചോനെ കാറൂൻ മുതലാളിക്ക് കിട്ടിയതുപോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നുവെങ്കിൽ അവരെന്തൊരു ഹള്ളുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ തന്നെ തിരിച്ചു പറഞ്ഞു. ആളുകൾ പറഞ്ഞു, എത്ര ഭാഗ്യം, അവന് കിട്ടിയതുപോലെ നമുക്ക് കിട്ടാഞ്ഞത് എത്ര ഭാഗ്യം എന്ന് ആൾക്കാർ തിരിച്ചു പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ അതുകൊണ്ട് ആലോചിക്കണം. നമ്മൾ ഗൾഫുകാരാണ്, നമ്മുടെ പേരങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് കാശുണ്ടാക്കിയിട്ടുണ്ട്, സമ്പാദ്യമുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ പണം, ആ പണം നമ്മൾ ബാങ്കിലിട്ടിട്ട് അതിൽ നിന്ന് പലിശ തിന്നുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദികേടാണ് കാണിക്കുന്നത്. പലിശ നമുക്ക് തിന്നാൻ പാടില്ല. പലിശയുടേതായ ഇനത്തിലൊരു ഇൻകം നമുക്ക് വന്നുകൂടാ. നുണ പറഞ്ഞുകൂടാ. ഹറാമ് ചെയ്യാൻ പ്രേരിപ്പിക്കരുത്, ഹറാമ് ചെയ്യിപ്പിക്കരുത്. നമ്മുടെ വീടുകളിൽ TV ഉണ്ടായിക്കോട്ടെ, VCR ഉണ്ടായിക്കോട്ടെ, സൗകര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളത് നിക്ഷേപിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോരരുത്. നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കണക്കെടുപ്പുകൾ പരിശോധിച്ചു നോക്കുമ്പോ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ തോന്നിയാസങ്ങളുടെയും പിന്നിൽ ഗൾഫ് രക്ഷിതാക്കളുള്ള വീടുകളിലെ മക്കളാണ് എന്ന് സർവേ പഠനം കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ അറിയേണ്ടതാണ് ഇതൊക്കെ. നമ്മുടെ പണം നമ്മൾ അയച്ചു കൊടുത്ത പണം കൊണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ ധൂർത്തടിക്കുകയും തോന്നിയാസം ചെയ്യുകയും മയക്കുമരുന്നിന് അടിമപ്പെടുകയും എല്ലാ കലാലയങ്ങളോടും അനുബന്ധിച്ചുകൊണ്ട് ഇപ്പോ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ മയക്കുമരുന്ന് വിൽപ്പനയുടെ കേന്ദ്രങ്ങൾ പൊടിപൊടിക്കുകയാണ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. നമ്മളിങ്ങനെ മക്കൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നു. ഇതെന്താ ചെലവഴിക്കുന്നത്, എങ്ങനെയാ ബന്ധപ്പെടുന്നത്? നമ്മുടെ പണം, അല്ലാഹു ചെയ്തു തന്ന നിഅമത്ത്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം വേണം, കൃത്യമായ ആലോചന വേണം. അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ കുറിച്ച് നമ്മുടെ ബോധം വേണം. എന്റെ റബ്ബ് ചെയ്തു തന്നതാണ്, ഏത് സമയത്തും അത് പിൻവലിക്കാൻ അവനെ കൊണ്ട് കഴിയും. ഒളിഞ്ഞു പാപ്പറാക്കി വിടാൻ അള്ളാഹുവിന് നിഷ്പ്രയാസം സാധിക്കും എന്ന് നമ്മൾ ഓർക്കണം. അത് ഓർത്തിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് നമ്മൾ ചെലവഴിച്ചാലോ അള്ളാഹ് നമ്മളോട് ഒരു ഓഫർ പറയുന്നുണ്ട്, ലൈൻ ശകർത്തും ലഅസീദന്നക്കും. നിങ്ങൾ എന്നോട് ശുക്ർ ചെയ്യാൻ തയ്യാറുണ്ടോ? ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ തരാം. ഏറെ കിട്ടും. അതല്ല വലയും കഫർത്തും, നിങ്ങൾ നന്ദികേട് കാണിക്കാൻ തന്നെയാണോ തീരുമാനം? എങ്കിലിതാ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ്, ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത്ര കടുത്തത് തന്നെ. അള്ളാഹുവിൻ്റെതാക്കിയതാണ്. ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കും. എപ്പോഴും ഒരു ഓർമ്മ വേണം, ഇതെന്റെ റബ്ബ് ചെയ്തു തന്ന നിഅമത്താണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിസ്കാരത്തിന്റെ ശേഷം റസൂലുള്ളാഹി പറയുന്നു, നിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് കൊടുത്ത വസിയത്ത് പറഞ്ഞു. നിസ്കാരത്തിന്റെ ശേഷം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, പടച്ചോനെ നിന്നെ ഓർക്കാൻ നീ എനിക്ക് തൗഫീക്ക് തരണം, നിന്നോട് ശുക്ർ ചെയ്യാൻ നീ എനിക്ക് തൗഫീക്ക് തരണം, നിന്നെ നല്ല നിലക്ക് ഇബാദത്ത് എടുക്കാൻ നീ എനിക്ക് തൗഫീക്ക് തരണം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കാണാം, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, എനിക്ക് നീ അനുഗ്രഹിച്ചു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് നിന്നോട് ശുക്ർ കാണിക്കാൻ നീ എനിക്ക് തൗഫീക്ക് തരണേ. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണത്. അള്ളാഹുവിനോട് 5 നേരം പ്രാർത്ഥിക്കണം, ശുക്ർ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകാൻ. ശുക്ർ ചെയ്യാനുള്ളൊരു മനസ്സില്ലാതായി പോയാൽ നമ്മളെക്കാൾ പരാജയപ്പെട്ടവരാരുണ്ട്? അതുകൊണ്ട് എന്റെ നാഥൻ നൽകിയതാണെന്ന് ഓർമ്മ വേണം. അതാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകമാണത്. പക്ഷേ നമ്മുടെയൊക്കെ വീടുകളിൽ ആ വാചകം ഇന്ന് കാണുന്നുണ്ട്. നമ്മുടെ കച്ചവട പീടികയിൽ ആ വാചകം ഇന്ന് കാണുന്നുണ്ട്. നമ്മുടെ വാഹനത്തിൽ അതിന്റെ സ്റ്റിക്കർ തൂക്കിയിട്ട് കാണുന്നുണ്ട്. നമ്മുടേതായ പല സ്ഥലങ്ങളിലും പോയി നോക്കിയാൽ ചില്ലിലിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയ ഔദാര്യം തന്നെ. പക്ഷേ അല്ലാഹു തആല ഉടനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, അതാരും തൂക്കിയിടുന്നില്ല, അതാരും എഴുതുന്നില്ല. ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് മാത്രമായിട്ട് ആയത്തുണ്ട് ഖുർആനിൽ. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ഇത് മാത്രം നമ്മളെ കൊണ്ട് എഴുതി വെപ്പിച്ചതാരാ? ഇത് ഇബ്ലീസ് നമുക്ക് തന്ന ദുർബോധനാണ്. അത് എഴുതി വെച്ചോ, ഇതെന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്ന ഫദ്ലാണ്. എന്തിനാണ് തന്നതെന്നും കൂടി അല്ലാഹ് പറയുന്നുണ്ട്. എടോ ഉടനെ ഓർത്തോ, ഉടനെ അല്ലാഹു തആല പറയുന്നു ഹാദാ മിൻ ഫദ്ലി റബ്ബി. ശേഷം കൂടി വായിച്ചിട്ട് വേണം നമ്മൾ വിലയിരുത്താൻ. ശേഷം പറഞ്ഞ വാചകം കൂടി നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊന്ന് എഴുതി വെച്ചോ. വീട്ടിലത് എഴുതി വെച്ചിട്ട് ബർക്കത്തൊന്നുമില്ല, പക്ഷേ ആ വിഷയത്തിന്റെ ഗൗരവം പഠിക്കാൻ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ അത് നല്ലത്. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ.
ഇതെന്റെ റബ്ബെനിക്ക് ചെയ്തു തന്ന നിഅമത്താണ്. എന്തിനെന്നോ ലിയബ്ലുവനി, എന്നെ ഒന്ന് പരീക്ഷിക്കാൻ. അഷ്കുറു, എന്റെ റബ്ബെനിക്ക് ചെയ്തു തന്ന ഈ ഫളിന് ഞാൻ നന്ദിയുള്ളവനാണോ, അമ്മ കുഫ്ർ, അതോ ഞാൻ നന്ദി കെട്ടവനാണോ? ഞാൻ എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഈ നിഅമത്തിന് നന്ദിയുള്ളവനാണോ, അതോ ഞാൻ നന്ദികേട് കാണിക്കുന്നവനാണോ എന്ന് എന്നെ ഒന്ന് പരീക്ഷിക്കാൻ എനിക്ക് റബ്ബ് നൽകിയതാണിത്. ഇതാരാ എഴുതല്? ഏത് പീടികയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ ഒരു ചില്ലിട്ട് വെച്ചിരിക്കുന്നു, ഹാദാ മിൻ ഫദ്ലി റബ്ബി. കഴിഞ്ഞു, ആഴ്ച കഴിഞ്ഞു. അവന് കാറിലുണ്ട് തൂക്കിയിട്ടിരിക്കുന്നു, ഹാദാ മിൻ ഫദ്ലി റബ്ബി. വീട്ടിലേക്കാണ് കയറുന്നിടത്ത് തന്നെ വാതിലിന് മുമ്പ് തന്നെ അസ്സലാമു അലൈക്കും ഹാദാ മിൻ ഫദ്ലി റബ്ബി. എന്നിട്ടോ അതിന്റെ ആ ഫദ്ലി കിട്ടിയിട്ട് അതിന്റെ അടിയിൽ നടക്കുന്നത് ഒക്കെ തോന്നിയാസം. ഉടനെ അല്ല പറഞ്ഞില്ലേ, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ നൽകിയതാ ഇതെന്റെ റബ്ബ്. അഷ്കുറു, ഞാൻ നന്ദി കാണിക്കുമോ, അമ്മ കുഫ്ർ, അതോ ഞാൻ നന്ദി കേട് കാണിക്കുന്നു? ഇതാരാ ഓർക്കാറുള്ളത്? ആരാണ് അതിനെ കുറിച്ച് ചിന്തിക്കാറുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. കുറച്ചൊന്നുമല്ല, പണം മാത്രമല്ല അള്ളാഹുടെ നിയമത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരോഗ്യം, ഒഴിവ് സമയം, നമ്മുടെ കണ്ണ്, കയ്യ്, കാല്, അവയവങ്ങള്, എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും പടച്ചോൻ തന്നെ പറഞ്ഞു, എണ്ണണ്ട, എണ്ണാൻ തയ്യാറായാൽ തീരൂല. വൈൻ തഴുത്തു നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, പണിക്ക് പോകണ്ട, നിങ്ങളെ കൊണ്ടത് ക്ലിപ്തപ്പെടുത്തി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രമാത്രം അപാരമായ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നന്ദി കേട് കാണിക്കരുത്, നന്ദിയുള്ള അടിമകളായി ജീവിച്ചോളൂ. അല്ലാഹു തആല ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, മക്കൾ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്, ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ്, ആരോഗ്യം അനുഗ്രഹമാണ്, വിശദീകരിക്കേണ്ടതില്ല. എല്ലാം ഒക്കെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്കല്ലാതെ വിനിയോഗിച്ചാൽ ആ നിഅമത്തുകളൊക്കെ പടച്ചോൻ പെട്ടെന്ന് പിൻവലിക്കും. ഒരു സൗന്ദര്യം, മനുഷ്യന്റെ ആരോഗ്യം, അവന്റെ പണം, അള്ളാഹു വെറുപ്പുള്ളൊരു വഴിയിലേക്ക് നമ്മളൊരു തീരുമാനം എടുക്കുക. എന്താണെന്നറിയോ? പടച്ചോ നമ്മളോട് പറഞ്ഞു, അപ്പൊ നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ ശുക്ർ ചെയ്യണം. എന്താ ശുക്ർ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം. പടച്ചോൻ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവന് പൊരുത്തല്ലാത്ത ഒരു വഴിയിലേക്കും ചെലവഴിക്കാതിരിക്കും. അതന്നെ. ഒഴിവ് സമയം കിട്ടിയാൽ അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യത്തിലേക്ക് വേണ്ടി ആ സമയം കളയരുത്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വഴിയിലേക്ക് ചെലവഴിക്കുക. നമ്മുടെ ആരോഗ്യം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വഴിയിലേക്ക് വേണ്ടി വിനിയോഗിക്കുക. നമ്മുടെ പണം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വഴിയിലേക്ക് ചെലവഴിക്കുക. നമ്മുടെ മക്കളെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ വളർത്തുക. നമ്മുടെ ഭാര്യയെ അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിലൂടെ നടത്തുക. അങ്ങനെ എല്ലാം അള്ളാഹുവിന് വെറുപ്പുള്ളതൊന്നും ചെയ്യാതെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിഅമത്തുകളുടെ തൂക്കം അങ്ങനെ കൂടി വരും. അതല്ലെങ്കിലോ അള്ളാഹു പെട്ടെന്ന് പിൻവലിക്കും. ഇത് നമ്മളൊരു പാഠമായി കണ്ട് അള്ളാഹുവിനോട് ശുക്റുള്ളവരായി ജീവിക്കുക. എങ്കിൽ പടച്ചതമ്പുരാൻ നമുക്കിനിയും വർധനവ് തരും. നാളെ പരലോകത്ത് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ സാധിക്കും. സർവശക്തനായ അള്ളാഹു അവൻ എപ്പോഴും നന്ദി ചെയ്യുന്ന നല്ല അടിമകളിൽ നമ്മളെയെല്ലാം ഉൾപ്പെടുത്തുകയും അവനോട്